ഈവനിങ് എല്ലാവർക്കും നമസ്കാരം. ബുക്ക് റിവ്യൂവിൻ്റെ പുതിയൊരു സെഷൻ. ഇന്ന് നമ്മൾ ബുക്ക് റിവ്യൂ ചെയ്യുന്നത് ദ 5 ലവ് ലാംഗ്വേജസ്. ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ മറ്റുള്ളവരുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ ഈ ബുക്കിൽ പ്രതിപാദിക്കുന്നത്. നമ്മുടെ ലൈഫിൽ ഇതെല്ലാം വളരെ കൃത്യമായിട്ട് നമ്മൾ നിറവേറ്റാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിന് വ്യക്തമായ അർത്ഥങ്ങളുണ്ടോ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ടാണോ ചെയ്യുന്നത് എന്നൊക്കെ ആണ് ഈ ബുക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. വളരെ രസകരമായ ഒരു ബുക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബുക്കിൻ്റെ ഭാഗങ്ങളിലൂടെയൊക്കെ നമുക്കൊന്ന് ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് ഗാരി ചാപ്മാൻ ആണ്. ദ സീക്രട്ട് ടു ലവ് ദാറ്റ് ലാസ്റ്റ്സ്. ഏകദേശം 20 മില്യൺ കോപ്പീസ് വിറ്റഴിച്ച ബെസ്റ്റ് സെല്ലർ ബുക്കുകളിലൊന്നാണ്. അതുകൊണ്ട് തന്നെ ഈ ബുക്കിൻ്റെ വ്യാപ്തി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഈ ഗാരി ചാപ്മാൻ എന്ന് പറയുന്നത് ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററാണ്. ഹി ഔട്ട്ലൈൻസ് 5 general ways that romantic partners express and experience love, which Chapman calls as love languages. സ്നേഹത്തിൻ്റെ ഭാഷകൾ എന്ന പേരിൽ അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ലഭിച്ച കുറേ തോട്ടുകളാണ് മനോഹരമായ ബുക്കിൻ്റെ അടിസ്ഥാനമായി മാറിയത്. ഈ ബുക്ക് പറയുന്ന പ്രധാനപ്പെട്ട ഭാഗം ഇതാണ്: സ്നേഹത്തിന് 5 അടിസ്ഥാന ഭാഷകളുണ്ട്. ഒരുപക്ഷെ ഇനിയും ഭാഷകളുണ്ടാകാം, പക്ഷേ ബുക്കിൻ്റെ അടിസ്ഥാനത്തിൽ 5 ഭാഷകളുണ്ട്. ഓരോ വ്യക്തിക്കും 1 അല്ലെങ്കിൽ 2 പ്രധാന ഭാഷകളുണ്ട്. ഈ 5 ലവ് ലാംഗ്വേജസിൽ 1 or 2 എണ്ണം വളരെ ഡോമിനേറ്റിംഗ് ആയിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത, ബാല്യകാലത്ത് നാം എങ്ങനെയാണ് പ്രിയപ്പെട്ടതെന്ന് അനുഭവിച്ചതോ അല്ലെങ്കിൽ അഭാവപ്പെട്ടതോ ആയ ഒരു ഭാഷയാകാം ഈ പ്രാഥമിക പ്രണയഭാഷ അല്ലെങ്കിൽ സ്നേഹഭാഷയുടെ ഉറവിടം. നമ്മൾ വളരെ പ്രിയപ്പെട്ടതാണെന്ന് വിചാരിച്ചതാകാം, ഒരുപക്ഷെ നമുക്ക് കിട്ടാത്തതുമാകാം. അപ്പം ഇതാണ് ബേസ് എന്ന് വെച്ചാൽ, കുട്ടിക്കാലത്ത് നമുക്ക് മാതാപിതാക്കളിൽ നിന്നോ നമ്മുടെ കെയർ ഗിവേഴ്സിൽ നിന്നോ ലഭിച്ച ആ ജീവിത സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് പലപ്പോഴും ഈ 5 ഭാഷകൾ നമ്മളിൽ സൃഷ്ടിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഈ ബുക്ക് പറയുന്നതിൻ്റെ ആദ്യ ഭാഗം. ഇദ്ദേഹം ഇതിനകത്തൊരു ലവ് ടാങ്കിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്നേഹ ടാങ്ക് ഒരു സങ്കല്പം കൃത്യമായിട്ട് പരിചയപ്പെടുത്തിയാണ്. ഈ സങ്കല്പം തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ വളരെയധികം ഇൻഫ്ലുവൻസ്ഡ് ആണ്. നാം സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ ഈ ടാങ്ക് നിറഞ്ഞു വരും. എന്നാൽ കാലക്രമേണ പങ്കാളികൾ തമ്മിലുള്ള സ്നേഹഭാഷകൾ വ്യത്യാസമാകുന്നതനുസരിച്ച്, ഈ ഭാഷകൾ കുട്ടിക്കാലത്ത് ലഭിച്ചതാണ്, ഒരു പങ്കാളിയുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിൽ ഈ കൊടുക്കൽ വാങ്ങലുകൾ ശരിയാകാതെ വരുമ്പോൾ ഈ ടാങ്ക് കുറഞ്ഞു വരും. അതിലുള്ള കണ്ടന്റ് കുറഞ്ഞു അങ്ങനെ വിവാഹത്തിലും ജീവിതത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ പുസ്തകം ഇങ്ങനെ പറയുന്നു: സ്നേഹം ഒരു ഭാവന മാത്രമല്ല, അതൊരു തിരഞ്ഞെടുപ്പും ഒരു കഴിവുമാണ്. ഇതൊരു തിരഞ്ഞെടുപ്പാണ്, കേവലം ഒരു ഭാവനയല്ല. എന്നാൽ കാലക്രമേണ ഈ ബന്ധത്തിൽ ഈ സ്നേഹ ടാങ്ക് പതുക്കെ ഒഴിഞ്ഞു പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത് ഒഴിഞ്ഞു പോകാതെ നിലനിർത്തുക. നമ്മൾ ശ്രദ്ധിച്ചു കാണും, ഇമോഷണൽ ടാങ്ക് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് കേട്ടാണ്. ഇതുപോലെ തന്നെ ഇവിടെ ഒരു ലവ് ടാങ്കും ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് എത്രമാത്രം ഫിൽഡാണോ, എത്രമാത്രം അത് ഓവർഫ്ലോ ചെയ്യുന്നു, അത്രമാത്രം ജീവിതം കൂടുതൽ സുഖകരമാവും, സന്തോഷകരമാവും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബുക്ക് ഒരിക്കൽ കൂടി പറയുന്ന ആ കോൺസെപ്റ്റ് ഇത് തന്നെയാണ്. 5 അടിസ്ഥാന ഭാഷകളുണ്ട്. ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഒന്നിലധികം 1 or 2 ഒക്കെ പ്രധാന ഭാഷകളാകാം. ബാല്യകാലത്ത് അത് ലഭിച്ചതാണ്. ഇനി എന്താണ് ഈ ചോദ്യത്തിന് 1-ാമത്തെ അധ്യായത്തിൽ വരുന്നത്? വാട്ട് ഹാപ്പൻസ് ടു ലവ് ആഫ്റ്റർ ദി വെഡിങ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ജീവിത മുഹൂർത്തമാണ് വിവാഹം എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് വിവാഹത്തിന് ശേഷം ഈ സ്നേഹത്തിന് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. കാരണം വിവാഹത്തിന് മുമ്പ് 2 ധ്രുവങ്ങളിൽ, ഇപ്പം നമ്മളിങ്ങനെ പറയും, മാർസിൽ നിന്നും വീനസിൽ നിന്നും വന്ന 2 വ്യക്തിത്വങ്ങളാണെന്ന് പറയും. മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ആർ ഫ്രം വീനസ് എന്ന് പറയാറുണ്ട്.
അപ്പം അത്രമാത്രം വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടെ കടന്നു വന്ന് വിവാഹത്തിൻ്റെ പരസ്പര കരാറിലൂടെ കടന്നു വന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും വിവാഹത്തിന് ശേഷം ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആകാം. ഇതിലേതാണ് കൂടുതൽ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നൊക്കെയാണ് ഈ ഒന്നാമത്തെ അധ്യായം പറയുന്നത്. വിവാഹത്തിന് ശേഷം പ്രണയത്തിന് അല്ലെങ്കിൽ സ്നേഹത്തിന് എന്ത് സംഭവിക്കും? ആദ്യമേ പറഞ്ഞു, ബാല്യകാലത്ത് നാം എങ്ങനെയാണ്, എന്തിനെയൊക്കെയാണ് പ്രിയപ്പെട്ടതെന്ന് അനുഭവിച്ചതോ അഭാവപ്പെട്ടതുമായ ഒരു ഭാഷയാകാം നമ്മുടെ പ്രാഥമിക സ്നേഹഭാഷ അല്ലെങ്കിൽ പ്രണയഭാഷ. അപ്പം ഇത് പങ്കാളിയുടെ ഭാഷയുമായി ചേരുന്നുണ്ടോ? നമുക്കുമുണ്ട്, പങ്കാളിക്കുമുണ്ട്, അല്ലെങ്കിൽ നമ്മൾ മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്കുണ്ട്, നമ്മൾ കണക്ട് ചെയ്യുന്ന ആ വ്യക്തിക്കുമുണ്ട്. അപ്പോൾ അവരുടെ പ്രണയഭാഷ അല്ലെങ്കിൽ ലവ് ലാംഗ്വേജും നമ്മുടെ ലവ് ലാംഗ്വേജും തമ്മിൽ കണക്ഷൻ ഉണ്ടോ? അത് കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നോ? അത് അറിയുന്നുണ്ടോ? അല്ലെങ്കിൽ അത് അറിഞ്ഞാണോ പ്രവർത്തിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ ഓർക്കുന്നത്. രണ്ടു പേർക്കും ഒരു ലവ് ലാംഗ്വേജ് ഉണ്ട്. ഈ നമ്മളുടെയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെയും ലവ് ലാംഗ്വേജ് കൃത്യമായിട്ട്, അല്ലെങ്കിൽ പാർട്ട്ണറുടെയും കൃത്യമായിട്ട് അറിഞ്ഞിട്ടാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ പറയുന്നത് ആദ്യത്തെ സ്നേഹഭാഷയെക്കുറിച്ചാണ്. ആദ്യത്തെ സ്നേഹഭാഷ എന്ന രീതിയിൽ ഈ ബുക്ക് പറയുന്നത് പ്രശംസ വാക്കുകളാണ്, അല്ലെങ്കിൽ പ്രശംസാപരമായ വാക്കുകളാണ്. വേർഡ് ഓഫ് അഫർമേഷൻസ് എന്ന് പറയും. സ്നേഹം വാക്കുകളിലൂടെ, പ്രശംസ, പ്രോത്സാഹനം, സൗമ്യമായ സംവാദം എന്നിവയിലൂടെ പ്രകടിപ്പിക്കണം. അല്ലെങ്കിൽ വാക്കുകളിലൂടെ, പ്രശംസയിലൂടെ, സ്നേഹത്തിലൂടെയൊക്കെ പ്രകടിപ്പിക്കുന്നത് ഈ തരത്തിലുള്ള ലവ് ലാംഗ്വേജ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. പ്രധാനമായ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അനുതാപപൂർവമായി സ്വീകരിക്കൽ, അക്സെപ്റ്റൻസ്, അൺകണ്ടീഷണൽ അല്ലെങ്കിൽ കണ്ടീഷണൽ അക്സെപ്റ്റൻസ്, നല്ലൊരു അക്സെപ്റ്റൻസ് വേണം. റെക്കഗ്നിഷൻ എന്നൊക്കെ പറയും. സ്വീകരണം, ദെൻ ക്ഷമിക്കൽ, ഫൊർഗീവ്നെസ്, ദെൻ ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി പ്രകടിപ്പിക്കൽ, ദയ, സ്നേഹം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുക, കളിയാക്കുക, നിന്ദിക്കുക, ഇങ്ങനെയുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇതൊക്കെ പലപ്പോഴും നമ്മുടെ ലവ് ടാങ്ക് നഷ്ടപ്പെട്ടു പോകുക, അല്ലെങ്കിൽ അതിൽ എം ടി ആകാനുള്ള സാധ്യതകൾ കൂടുതലുണ്ടാകും. അപ്പം നമ്മളിവിടെ പറഞ്ഞ വേർഡ് ഓഫ് അഫർമേഷൻ, പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. ഇനി നെഗറ്റീവായ സാഹചര്യങ്ങൾക്ക് പോലും പോസിറ്റീവ് അഫർമേഷനിലൂടെ നമ്മൾ കാര്യം കണ്ടത്. നമുക്ക് വിദേശത്തുള്ള ആളുകളൊക്കെ, വിദേശികളായ വ്യക്തികൾക്ക് ഈ വേർഡ് ഓഫ് അഫർമേഷൻ വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ താങ്ക്സ്, താങ്ക് യു എന്നുള്ള വാക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ഉപയോഗിക്കുന്നതാണ്. ഒരുപക്ഷെ അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും താങ്ക്സ് എന്നോ അല്ലെങ്കിൽ അതിന് പറ്റിയ പോസിറ്റീവായ വാക്കുകൾ പറഞ്ഞതിന് ശേഷമായിരിക്കും ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പോലും അവർ വളരെ പോസിറ്റീവും പൊളൈറ്റുമായിട്ട് സംസാരിച്ചതിന് ശേഷമായിരിക്കും ഇന്ന് മുതൽ നിങ്ങൾ ജോലിക്ക് വരണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുടുംബജീവിതത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്ന ബന്ധങ്ങളുടെ തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എത്രമാത്രം പോസിറ്റീവ് അഫർമേഷൻ ഉള്ളതാണ്, അല്ലെങ്കിൽ പ്രശംസാപരമാണ്, റെക്കഗ്നിഷൻ നൽകുന്നതാണ്, സെക്യൂരിറ്റി നൽകുന്നതാണ് എന്ന് ചിന്തിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുന്ന രീതികളും ആ വാക്കുകളിൽ നിന്ന് മറ്റു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പാർട്ട്ണർ നമുക്ക് നൽകുന്ന സൈൻസും ബോഡി ലാംഗ്വേജസും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന ആ സ്നേഹത്തിൻ്റെ ഭാഷ കൃത്യമാണോ എന്നറിയാം. അത് പ്രശംസാ വാക്കുകൾ, വേർഡ് ഓഫ് അഫർമേഷൻ്റെ പാർട്ടാണോ എന്നറിയാം. എപ്പോഴും പോസിറ്റീവായിട്ട്, അനുതാപപൂർവം, ക്ഷമയോടെ, നന്ദിയോടുകൂടി, ദയയോടുകൂടി ഒക്കെ നമ്മൾ അത് പ്രകടിപ്പിക്കണം. സൗമ്യമായി ഒക്കെ വേണം എന്നുള്ളതാണ് ഈ അധ്യായത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ സ്നേഹഭാഷയെക്കുറിച്ചാണ് അവർ പറയുന്നത്. നിലവിലെ സമയം, ക്വാളിറ്റി ടൈം. ഈ നിമിഷം എങ്ങനെ ഉപയോഗിക്കുന്നു? ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു അച്ഛനും അമ്മയും കുട്ടിയും, അല്ലെങ്കിൽ അച്ഛനും കുട്ടിയും അമ്മയും കുട്ടിയും ടീച്ചറും, ഏത് റിലേഷൻഷിപ്പിൻ്റെ തലത്തിലാണെങ്കിലും ആ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു? പ്രത്യേകിച്ച് കുടുംബ ബന്ധമാകുമ്പോൾ കുടുംബ ബന്ധത്തിൽ ഈ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു? ഒരു ക്വാളിറ്റി ടൈം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? സ്നേഹം എന്നത് പങ്കാളിക്ക് പൂർണ്ണമായും ശ്രദ്ധ നൽകുന്ന, അല്ലെങ്കിൽ എപ്പോഴും കെയർ ചെയ്യുന്ന ഒരുമിച്ചുള്ള ഒരു സമയമാണ്. മറ്റു ചിന്തകളിലേക്ക് പോകാതെ എപ്പോഴും ശ്രദ്ധ നൽകുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. നമ്മൾ പങ്കാളിക്ക് മാത്രമല്ല,
വീട്ടിൽ നമ്മളുമായി ഡീൽ ചെയ്യുന്ന റിലേഷൻഷിപ്പിൻ്റെ തലത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അവരെ എങ്ങനെ നമ്മൾ കേൾക്കുന്നു, ഒരു ആക്റ്റീവ് ലിസണിങ് ആണോ, കുട്ടികൾ നമ്മളോട് സംസാരിക്കുമ്പോൾ ആക്റ്റീവ് ലിസണിങ് ആണോ, ഇതെല്ലാം ഈ തലത്തിൽ വരാം. ഇപ്പം കളി മാത്രമല്ല, ബന്ധങ്ങളുടെ തലത്തിൽ സംസാരിക്കുമ്പോൾ എല്ലാ സാഹചര്യങ്ങളിലും ഈ ക്വാളിറ്റി ടൈം എങ്ങനെയാണ് നമ്മൾ എത്ര സമയം ക്വാളിറ്റി ആയിട്ട് ടൈം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സംഭാഷണം അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഒരുമിച്ച് ചെയ്യുക, ശാരീരികമായി സമീപം ഇരിക്കുക, ചേർന്നിരിക്കുക, കണ്ണുകൾ കണ്ണുകളുമായിട്ട് സംസാരിക്കുക, അല്ലെ, ശ്രദ്ധ മുഴുവൻ പങ്കാളിയിലേക്കും അല്ലെങ്കിൽ ആ വ്യക്തിയിലേക്ക് മാറുക, ഡിജിറ്റൽ ഉപകരണങ്ങൾ, ടി വി ഇങ്ങനെയുള്ളതൊക്കെ മാറ്റിവെക്കുക. ക്വാളിറ്റി ടൈമിൽ അതിനുള്ള സ്ഥാനമില്ല. പിന്നെ നല്ല കൂടിക്കാഴ്ചകളും ആ, ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളും എല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ ലവ് ടാങ്കിൽ ആ ആ ഇന്ധനം അല്ലെങ്കിൽ എണ്ണ കൂടുതൽ കൂടുതൽ നിറയ്ക്കുന്നതായി കാണാം. അപ്പോൾ ഇവിടെ സംസാരത്തിൻ്റെ രീതി അല്ലെങ്കിൽ എത്ര സമയം ഒന്നിച്ച് ചിലവഴിക്കുന്നു, ക്വാളിറ്റി ടൈം. ചില വ്യക്തികൾക്ക് ഈ ക്വാളിറ്റി ടൈം ആയിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ഇതിൽ എങ്ങനെയാണ് ഈ ക്വാളിറ്റി ടൈം വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു വ്യക്തി ഈ പറയുന്ന രീതിയിൽ നല്ല രീതിയിൽ പങ്കാളിയുമായി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരുടെ കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും എല്ലാം ചേർന്നൊരു ഒരു ക്വാളിറ്റി ടൈമിൻ്റെ സാധ്യതകൾ ഉണ്ടാക്കിയിരുന്നെങ്കിൽ വിവാഹത്തിന് ശേഷം അങ്ങനത്തെ ഒരു ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല എങ്കിൽ അത് വലിയ നിരാശയുടെ കാരണമായി മാറാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാനോ അംഗീകരിക്കാനോ ഒക്കെ ഉള്ള താല്പര്യമില്ലാതെ വരുമ്പോഴും ഇവിടെ ഈ രണ്ടാമത്തെ സ്നേഹത്തിൻ്റെ ഭാഷയ്ക്കൊരു നഷ്ടമുണ്ടാകും. അവിടെ ലവ് ടാങ്കിന് എംപ്റ്റീനെസ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ക്വാളിറ്റി ടൈം? ക്വാളിറ്റി ടൈം എങ്ങനെ ഉപയോഗിക്കുന്നു? നമ്മുടെ ക്വാളിറ്റി ടൈം തന്നെയാണോ പങ്കാളിയുടെ? ഈ രണ്ട് ക്വാളിറ്റി ടൈമും കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, ക്വാളിറ്റേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ അധ്യായത്തിൻ്റെ തലത്തിൽ വരും. മൂന്നാമത്തതിലേക്ക് വരുമ്പോൾ സമ്മാനങ്ങളാണ്, റിസീവിങ് ഗിഫ്റ്റ്സ്. ചില വ്യക്തികൾ അങ്ങനെയാണ്, അവർക്ക് സമ്മാനങ്ങൾ ലഭിച്ച്, കുട്ടിക്കാലത്ത് സമ്മാനങ്ങൾ ലഭിച്ച് അപ്രീസിയേഷൻസിൻ്റെ ഭാഗം സമ്മാനങ്ങളിലൂടെ, ഗിഫ്റ്റുകളിലൂടെ ആണെങ്കിൽ അതെപ്പോഴും അവർക്ക് കൂടുതൽ പ്രയോജനകരമായിട്ടുള്ള രീതി അതായിരിക്കും. അവരുടെ സ്നേഹത്തിൻ്റെ ഭാഷ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും. ചിലവർക്കത് കൊടുക്കുന്നതുമാകാം, കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന രീതി. അപ്പോൾ സ്നേഹം ദൃശ്യവും സ്പർശനീയവുമായ സമ്മാനങ്ങളിലൂടെ പ്രകടിപ്പിക്കുക. കാരണം സമ്മാനങ്ങൾക്ക് എപ്പോഴും ഒരു ദൃശ്യതലമുണ്ട്, അല്ലേ, ഒരു ഫീലുണ്ട്. അത് തൊടുമ്പോഴും അത് കാണുമ്പോഴും. ചില സമ്മാനങ്ങളൊക്കെ നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കാറുണ്ട്, ചില സമ്മാനങ്ങളൊക്കെ അതുപോലെ നമ്മൾ നിരസിക്കാറുമുണ്ട്. കാരണം അതിനെ കൃത്യമായിട്ട് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു ദൃശ്യവും സ്പർശവുമായ രീതിയിൽ ആ സമ്മാനങ്ങളെ കാണാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ സമ്മാനങ്ങൾ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് എന്നാണ് ഈ പറയുന്ന വ്യക്തികളുടെ ഇഷ്ടം. അവർ സമ്മാനത്തിലൂടെയാണ് കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നത്. പുതിയ പുതിയ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ ഒരു കൂടുതൽ കൂടുതൽ സന്തോഷമാകും. ഒന്നിന് പകരം 4 മേടിക്കൂ, അല്ലെങ്കിൽ ഒന്നിലധികം മേടിക്കൂ എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ആ മെത്തേഡ് ഓഫ് റിയാക്ഷൻ, റെസ്പോൺസ് എങ്ങനെയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കും. പ്രധാന കാര്യങ്ങൾ സമ്മാനത്തിൻ്റെ വിലയിലല്ല, അതിലെ ചിന്തയിലും ശ്രമത്തിലുമാണ്. സമ്മാനം കൊടുക്കുന്നില്ല. നമുക്കറിയാം, ബർത്ത്ഡേ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോഴത്തേക്കും സമ്മാനങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട്. കൃത്യമായി അവരത് കാത്തിരിക്കും, പങ്കാളികൾ കാത്തിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ള പങ്കാളികൾ കൂടുതലായിട്ട് കാത്തിരിക്കും. അവർക്കത് കൃത്യമായിട്ട് കിട്ടണം. വില ഇല്ല എന്നും ഉണ്ടെങ്കിലും പക്ഷെ അതിലും ഒരു പ്രാധാന്യം കൊടുക്കാറുണ്ട്. വിലയിലും പ്രാധാന്യമുണ്ട്. പക്ഷെ ഇതിനേക്കാളൊക്കെ ഉപരി ആ ഒരു ശ്രമത്തിലാണ് എന്നുള്ളതാണ്. പ്രത്യേക ദിവസങ്ങൾ, അപ്രതീക്ഷിതമായ സമ്മാനങ്ങൾ, വിലപ്പെട്ട സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്ന എപ്പോഴും സന്തോഷകരമായ അനുഭവമാണ്. നമുക്കങ്ങനെയാണ് പൊതുവേ അല്ലേ, സമ്മാനങ്ങൾ കിട്ടുന്ന എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ അത് ഈ അപ്രതീക്ഷിതമായ അല്ലെങ്കിൽ പ്രത്യേക ദിവസങ്ങളിൽ ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് മാറ്റുകൂട്ടും എന്ന് പറയും. അപ്പം നമ്മൾ തന്നെ ഒരു വലിയ സമ്മാനമാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുമുണ്ട്. പങ്കാളികൾ തന്നെ വലിയൊരു സമ്മാനമാണ്. അപ്പോൾ പങ്കാളിക്ക് ആവശ്യമുള്ളത് അവരുടെ ഇഷ്ടത്തിനൊത്ത്, പലപ്പോഴും സമ്മാനങ്ങളൊക്കെ വാങ്ങുമ്പോൾ പലപ്പോഴും അവരുടെ ഇഷ്ടത്തിനൊത്തതാകാൻ സാധ്യതയില്ലാതെ വരാറുണ്ട്. അപ്പോൾ ഇഷ്ടത്തിനൊത്ത സമ്മാനങ്ങൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്നാമത്തെ സ്നേഹത്തിൻ്റെ ഭാഷ കൂടുതൽ കൂടുതൽ മനോഹരിതമായി നമ്മുടെ ലവ് ടാങ്ക് കൂടുതൽ കൂടുതൽ നിറയുന്നതായിട്ട് നമുക്ക് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. നാലാമത്തെ ലവ് ടാങ്ക് എന്ന് പറയുന്നത്
സേവന പ്രവർത്തികളാണ്. ചാപ്റ്റർ 5 നാലാമത്തെ സ്നേഹഭാഷ എന്ന് പറയുന്നത് സേവന പ്രവർത്തികളാണ്, ആക്ട് ഓഫ് സർവീസ്. സ്നേഹം എന്നത് പങ്കാളികൾക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തികളാണത്. ഭാരം കുറയ്ക്കുക, അല്ലെങ്കിൽ സഹായിക്കുക, അവരെ കെയർ ചെയ്യുക, അവരോടൊപ്പം നിൽക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, അവരേറ്റവും കൂടുതൽ ഈ ഇങ്ങനെയുള്ള സേവന പ്രവർത്തികൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ സ്നേഹത്തിന്റെ ഭാഷ അതാണ്, കൂടുതൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇപ്പൊ പ്രധാന കാര്യങ്ങൾ, വീട്ടുജോലികൾ അല്ലെങ്കിൽ ഓഫീസ് ജോലികൾ, കുട്ടികളുടെ ചുമതലകൾ, ഇതെല്ലാം കൃത്യമായിട്ട് നിർവഹിക്കുന്ന ഒരു രീതിയാണ് നാലാമത്തെ സ്നേഹഭാഷ, സേവന പ്രവർത്തികൾ, ആക്ട് ഓഫ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ പ്രവർത്തികൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ചെയ്യണം. അതിനൊരു മടുപ്പില്ലാതെ, ആം, പ്രത്യേകിച്ച് അൺകണ്ടീഷണൽ എന്നൊക്കെ നമ്മൾ പറയും, നിർബന്ധിതമായിട്ടല്ല, പ്രത്യേക ഉദ്ദേശങ്ങളോടെയല്ല, എന്നാൽ അതിനെ സ്നേഹത്തിന്റെ ഭാഷയായി കണക്കാക്കി അതിന്റെ കടമയാണ്, കർത്തവ്യമാണ്, ഉത്തരവാദിത്തമാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു രീതി നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇങ്ങനെ കരുതുന്ന സേവനങ്ങൾക്ക് തിരിച്ചും അതുപോലെ അതേ രീതിയിൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ തിരിച്ചും കൊടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് ഈ പറയുന്ന രീതിയിലുള്ള ഗ്യാപ്പുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ നാലാമത്തെ സ്നേഹത്തിന്റെ ഭാഷ സേവന പ്രവർത്തികളാണ്. ഇത് അധ്യായം 5 ഇത് പ്രതിപാദിക്കുന്നത്. ഇനി ആറാമത്തെ എന്ന് പറയുന്നത് ഏറ്റവും അവസാനത്തെ 5-ാമത്തെ സ്നേഹഭാഷയുമായി കണക്റ്റഡ് ആണ്. അവിടെ ശാരീരിക സ്പർശനമാണ്. ചില വ്യക്തികൾ അല്ലെങ്കിൽ ചില പങ്കാളികൾക്ക് ഏറ്റവും കൂടുതലായിട്ട് ഫിസിക്കൽ ടച്ചാണ്, ഒരു ഹഗ്ഗാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ചേർത്ത് പിടിക്കലാണ്, ഇങ്ങനെയൊക്കെ ഉള്ളത്, സ്നേഹം പ്രകടിപ്പിക്കൽ, അതുപോലെ തന്നെ ആലിംഗനം, ചുംബനം, സൗമ്യമായ തടവൽ, ലൈംഗികത പോലും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഈ ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നൊരു തലത്തിലാണ്. അതാണ് അവർക്ക് കൂടുതൽ സാറ്റിസ്ഫൈങ് ആയിട്ട് വരുന്നത്. പ്രധാന കാര്യങ്ങൾ ഇവിടെ ഒരു സുരക്ഷിതത്തിന്റെ തലമുണ്ട്, അടുപ്പം എന്നിവയുടെ ഒരു ഭാവമൊക്കെ കൃത്യമായിട്ട് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ശാരീരിക സ്പർശനം ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് നല്ലതാണ്. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ട് തന്നെയാണ് ശരീരം. നമുക്കറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ഓർക്കാം, ടച്ച് സെൻസിറ്റീവ്നെസ് എന്ന് പറയുന്നൊരു പാട്ട് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. കൊച്ചുകുട്ടിയെ, തീരെ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ആ അമ്മയുടെ ശരീരത്തിന് ചൂട് പോലും അവർക്ക് കൃത്യമായിട്ട് അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ അവരത് സ്വീകരിക്കാറുണ്ട്. വളർന്നു വരുമ്പോഴും അങ്ങനെയാണ്. പക്ഷെ പ്രായം കൂടുന്നതനുസരിച്ച് ഈ സ്പർശനം കുറഞ്ഞു കുറഞ്ഞു വരും. ടച്ച് മീൻസ് ഫിസിക്കൽ ടച്ച് കുറയും, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ ഈ തലോടൽ കുറയുമ്പോൾ നാച്ചുറലായിട്ട് അവർ തലോടൽ കിട്ടുന്ന സ്ഥലത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളൊക്കെ, സ്കൂൾ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഈ ആശ്ലേഷമൊക്കെ കിട്ടാതെ വരുമ്പോൾ പലപ്പോഴും അവർ കിട്ടുന്ന സ്ഥലങ്ങളിലേക്ക് പതുക്കെ മാറിപ്പോൾ നമ്മളല്ലേ സൂര്യനിലേക്ക് മരങ്ങൾ ചാഞ്ഞു പോകും, ചെടികൾ ചാഞ്ഞു പോകും എന്ന് പറയുന്ന പോലെ ഇത് ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അത് കൃത്യതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, സുരക്ഷിതത്വം എന്ന് പറയുന്ന ഒരു വലിയൊരു ഭാഗമാണ് ഇതിൻ്റെ. അപ്പൊ ഇവിടെ ഒരു ക്രൂരത വരാൻ പാടില്ല, അവർ കളിയാക്കലോ അവഹേളനങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ, മാനസികമായി പരിക്കുകളില്ലാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടെ സ്വീകരിക്കേണ്ട ഒരു പാർട്ടാണ്. പക്ഷെ ഇത് ഒത്തിരി മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സ്പർശനം എന്ന് പറയാം, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്നേഹത്തിന്റെ ഭാഷ സ്പർശനമാണ് എന്നുള്ളതാണ്. അങ്ങനെ ഇങ്ങനെ 5 ലവ് ലാംഗ്വേജസ് ആണ് ഏറ്റവും ശ്രദ്ധയോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതിൻ്റെ അടുത്ത അധ്യായങ്ങൾ 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ അതെങ്ങനെ പ്രായോഗിക ജീവിതത്തിൽ ഉപയോഗിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്ന ഒരു പാർട്ട്, നമ്മുടെ സ്നേഹത്തിന്റെ ഭാഷ എന്താണ്, നമ്മുടെ പ്രാഥമിക സ്നേഹത്തിന്റെ ഭാഷ. നമ്മൾ പറഞ്ഞു, പ്രാഥമിക സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ സ്വീകരിച്ചതോ സ്വീകരിക്കാതിരുന്നതോ ആയ, അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു നെഗ്ലക്ഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതുപോലും ഭാഷയുടെ തലത്തിൽ വരാം. സ്നേഹം സ്വീകരിക്കുക, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ 5 തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ഭാഷയിലൂടെയായിരിക്കും നമ്മുടെ കുട്ടിക്കാലം കടന്നുപോയത്. അതിൽ ചില ഭാഷകൾ നമ്മൾ ലഭിച്ചിട്ടുണ്ടാകാം, ചില ഭാഷകൾ ഒട്ടും കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടാത്ത ആ ഭാഷകളെക്കുറിച്ചും തീർച്ചയായിട്ടും ഒരു ആശങ്കയുടെ സാധ്യത ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രാഥമിക ഭാഷ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ്. നിങ്ങൾ നെറ്റിലൊക്കെ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലവ് ലാംഗ്വേജസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്ന ക്വസ്റ്റ്നേഴ്സ് ഉണ്ട്. ഈ ക്വസ്റ്റ്നെയറിൽ നമ്മളെ തന്നെ അനലൈസ് ചെയ്താൽ നമ്മളുടെ സ്നേഹത്തിൻ്റെ ഭാഷ എന്താണെന്ന് ആ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് നിങ്ങൾ ഏറ്റവും പതിവായി സ്വീകരിക്കപ്പെടുന്ന ഏത് ഭാഷയിലാണ് എന്ന് വെച്ചാൽ, പങ്കാളിയിൽ നിന്ന് നമുക്ക് സ്വീകരിക്കപ്പെടാൻ നമ്മൾ ഏറ്റവും ഹാപ്പിയോടുകൂടി സ്വീകരിക്കുന്ന സ്നേഹത്തിന്റെ ഭാഷ ഏതാണ്, അത് കൃത്യമായിട്ട് നമുക്കറിയാം. അത് ഈ
ഒരു ബുക്കിൻ്റെ തലത്തിലാകണമെന്നില്ല, പക്ഷെ കൃത്യമായിട്ട് ഏത് തരത്തിലുള്ള സ്നേഹത്തിൻ്റെ ഭാഷയാണ് നമ്മൾ കൂടുതൽ അംഗീകരിക്കപ്പെടുന്നത് നമുക്കറിയാം. അത് കിട്ടാതെ വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന വൈബ്രേഷൻസ് നമുക്കറിയാം, അല്ലെങ്കിൽ ആ ചലനങ്ങൾ, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വിരക്തിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഒരുപക്ഷെ ആക്ട് ഓഫ് സർവീസ് ആകാം, അതല്ലെങ്കിൽ ക്വാളിറ്റി ടൈം ആകാം, ടച്ച് ആകാം. ഇതിലേതാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയാം. നിങ്ങൾ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നത് എന്താണ്? എന്ത് ലഭിക്കാതെ വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വേദന നമുക്ക് വരുന്നത്? ഒരുപക്ഷെ പ്ലസിനേക്കാളും കൂടുതൽ കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ആ ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു ആക്ട് ഓഫ് സർവീസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ വേർഡ്സ് ഓഫ് അഫർമേഷൻ കിട്ടുന്നില്ല, അതുമല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഗിഫ്റ്റുകൾ കിട്ടുന്നില്ല. അപ്പോൾ ഇതിൽ ഏതൊക്കെ തലങ്ങളിലാണ് നമുക്ക് കൂടുതൽ വേദന ഉണ്ടാകുന്നതെന്ന് തിരിച്ചറിയുന്നതാണ് നമ്മളുടെ ലവ് ലൈഫ് സ്നേഹത്തിൻ്റെ ഭാഷ കണ്ടുപിടിക്കാൻ കൂടുതൽ എളുപ്പം. ഈ രണ്ട് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധയോടെ ഈ കാര്യങ്ങളെ ഒന്ന് വീക്ഷിച്ചു കഴിഞ്ഞാൽ, ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷ ഏതാണെന്ന് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് അതാണ്, നമ്മളുടെ സ്നേഹത്തിൻ്റെ ഭാഷ. ഒരു കുടുംബജീവിതം എന്നുള്ള തലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ സ്നേഹത്തിൻ്റെ ഭാഷ ഏതാണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ പ്രായോഗിക തലം എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളിയുടെ സ്നേഹത്തിൻ്റെ ഭാഷ. വൈവാഹിക ജീവിതത്തിൻ്റെ തലത്തിൽ അങ്ങനെ നോക്കാം, ഇല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് പാർട്ട്ണർഷിപ്പിലാണെങ്കിൽ ആ പാർട്ട്ണർഷിപ്പുമായിട്ടുള്ള ബന്ധത്തിലാകാം, ഇല്ലെങ്കിൽ ഒരു അധ്യാപക കുട്ടി ബന്ധത്തിലാണ് അങ്ങനെ, അല്ലെങ്കിൽ സഹോദരങ്ങളാണെങ്കിൽ അങ്ങനെ. ഇങ്ങനെ ഏതൊരു തരത്തിലും ഈ ലാംഗ്വേജ് ഓഫ് ലവ് കണ്ടുപിടിക്കാൻ സാധിക്കും. സോ പങ്കാളിയുടെ സ്നേഹത്തിൻ്റെ ഭാഷ, അതിന് തീർച്ചയായിട്ടും നിരീക്ഷണം വേണം, അല്ലേ? ഒരുപക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഏതിലാണ് സന്തോഷം വരുന്നത്, ഏതിലാണ് സങ്കടം വരുന്നത്, ഇത് തിരിച്ചറിഞ്ഞാൽ മതി. എന്നാൽ ഇത് കൃത്യമായി പങ്കാളിയിൽ കൃത്യമായിട്ട് തിരിച്ചറിയണമെന്നില്ല. കാരണം ചിലപ്പോൾ അവർ സപ്രസ് ചെയ്യാം, അല്ലേ? അല്ലെങ്കിൽ അവരത് ചിലപ്പോൾ ഹോസ്റ്റൈലായിട്ട് രീതിയിൽ അത് പ്രകടിപ്പിച്ചെന്നിരിക്കാം. അപ്പം ഈ ഒരു നിരീക്ഷണത്തിലൂടെ കൃത്യമായിട്ട് അറിയാം. അതുപോലെ ആഴത്തിൽ സംവാദിക്കുക, കൃത്യമായ സംവാദനത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. സ്വല്പം ശ്രദ്ധ. ഇപ്പോൾ ഈ 5 തരത്തിലുള്ള ലവ് ലാംഗ്വേജും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളും നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം, ഒരു അവയർനെസ് ഉണ്ടാക്കിയതിന് ശേഷം, ഇനി നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ പങ്കാളിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അതോ നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന ലവ് ലാംഗ്വേജസ് നെഗറ്റീവായിട്ടാണോ അവർ സ്വീകരിക്കുന്നത്? എന്ന് വെച്ചാൽ അവിടെ യഥാർത്ഥത്തിലുള്ള ലവ് ലാംഗ്വേജിലല്ല നമ്മളുടെ റെസ്പോൺസുകൾ കൊടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് റിജക്റ്റ് ചെയ്യപ്പെടാം. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്ന ഒരു കാര്യം പങ്കാളി റിജക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്കത് അംഗീകരിക്കാൻ പറ്റാത്തതെന്ന് ഈ ലവ് ലാംഗ്വേജ് തമ്മിലുള്ള മിസ്ലീഡിങ് ആകാം, അല്ലെങ്കിൽ ഒരു മിസ്സാകാം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയുക. ആഴത്തിൽ സംവേദിക്കുക, അവരെങ്ങനെയാണ് സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നതെന്ന് കാണുക. ഒരുപക്ഷെ മിക്കവാറും അവർ പ്രകടിപ്പിക്കുന്ന അതേ രീതി തന്നെയായിരിക്കും അവരുടെ ലാംഗ്വേജിൻ്റെ രീതി. അപ്പോൾ അതേപോലെ ഇപ്പോൾ ആക്ട് ഓഫ് സർവീസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, കൊടുക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും സ്വീകരിക്കുകയും ചെയ്യും. ഗിഫ്റ്റുകൾ കൊടുക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും ഗിഫ്റ്റുകൾ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത് തെറ്റല്ലല്ലോ. അതുപോലെ തന്നെ ക്വാളിറ്റി ടൈം, നമുക്ക് ക്വാളിറ്റി ടൈം തരുന്ന വ്യക്തിയാണെങ്കിൽ തിരിച്ച് അവർക്കും ക്വാളിറ്റി ടൈം വേണമെന്ന് ശടിക്കുന്നതിൽ തെറ്റില്ല. അതുപോലെ ഫിസിക്കൽ ടച്ച്. അപ്പോൾ ഇങ്ങനെ ഏതാണ് യഥാർത്ഥത്തിൽ അവരുടെ ലവ് ലാംഗ്വേജ് എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഇന്ന് വരെ പക്ഷെ നമ്മുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ഇനിയുള്ള സമയത്തെങ്കിലും അത് ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അടുത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് സ്നേഹഭാഷയിൽ സംസാരിക്കാൻ പഠിക്കുക. അപ്പോൾ അവരുടെ ലവ് ലാംഗ്വേജ് കണ്ടെത്തി നമ്മുടെ മനസ്സിലാക്കി, അവരുടെ മനസ്സിലാക്കി. ഒരുപക്ഷെ ഇതിൻ്റെ അകത്ത് കോൺഫ്ലിക്റ്റുകളാണ്. കാരണം രണ്ട് കുടുംബത്തിൽ, രണ്ട് ശൈശവ ജീവിത സാഹചര്യത്തിൽ വളർന്നു വന്നവരാണ്. നമ്മൾ പറഞ്ഞു കുട്ടിക്കാലത്തെ ജീവിതമാണ് ലവ് ലാംഗ്വേജസിന് ആധാരമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായേക്കാം. രണ്ടു പേർക്കും രണ്ട് തരത്തിലുള്ള കണ്ടീഷൻസ് ആകാം. അപ്പോൾ ഈ കണ്ടീഷൻസിനെ തിരിച്ചറിഞ്ഞ് കോംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്, കോംപ്ലിമെൻറ്റിങ് എന്നൊക്കെ പറയുന്ന ആ പ്രോസസ്സൊക്കെ ഇവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളത കൂട്ടാൻ പറ്റും, ഗ്യാപ്പുകൾ കുറയ്ക്കാൻ പറ്റും, കോൺഫ്ലിക്റ്റുകൾ കുറയ്ക്കാൻ പറ്റും. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഈ ലവ് ലാംഗ്വേജിൻ്റെ സഹായത്തോടു കൂടി നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് സ്വാഭാവികമല്ലെങ്കിൽ പോലും ആ ഭാഷയിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്ന് ലഭിക്കുന്ന റെസ്പോൺസസ് വളരെ പോസിറ്റീവ് ആയിരിക്കുമെന്ന് നമുക്ക് തിരിച്ചറിയാം. ഇതൊരു അവയർനെസ്സിൻ്റെ പാർട്ടാണ്. നമ്മൾക്ക് അത് പ്രകടിപ്പിക്കാൻ അറിയത്തില്ല. ഇപ്പോൾ നമുക്കറിയാം ആക്ട് ഓഫ് സർവീസ് ചെയ്യുന്നില്ല, എല്ലാം സർവീസ് സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. പക്ഷേ അവർക്ക് ഒരു ആക്ട് ഓഫ് സർവീസിൻ്റെ ഓപ്ഷൻ കൊടുത്ത്, അല്ലെങ്കിൽ അവരുടെ ആക്ഷനിൽ നമ്മൾ പങ്കാളികളാകുമ്പോൾ
അവരിലുണ്ടാകുന്ന ആ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കാം. അല്ലെങ്കിൽ വേർഡ് ഓഫ് അഫർമേഷൻ, വളരെ പോസിറ്റീവ് വാക്കുകൾ പറയുമ്പോൾ അവർ നമുക്ക് തരുന്ന റെസ്പോൺസ് കൃത്യമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇല്ലെങ്കിൽ കൃത്യമായ ക്വാളിറ്റി ടൈം കൂടുതൽ കൊടുക്കാൻ ശ്രമിക്കുക, സാധാരണയിൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ കൊടുക്കുക. പക്ഷേ അവർ ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ അവസ്ഥ, അപ്പം വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിൽ അവരുടെ ആ സാഹചര്യം മനസ്സിലാക്കി കൃത്യമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഫിസിക്കൽ ടച്ച്, ദെൻ ഗിഫ്റ്റുകൾ കൃത്യമായ ഇടവേളകളിൽ, കൃത്യമായ സമയങ്ങളിൽ. ഒരുപക്ഷെ ഒരു ദൂരയാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലവ് ലാംഗ്വേജിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ ലവ് ടാങ്ക് കൃത്യമായിട്ട് നമുക്ക് നിറയ്ക്കാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ നിറയുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം സ്വാഭാവികമായി നമ്മളുടെ രീതി അതല്ലെങ്കിൽ പോലും പങ്കാളിയുടെ ആ, ആ ഭാഷ മനസ്സിലാക്കി അതിലേക്ക് നമ്മളെ മാറ്റുക, അല്ലെങ്കിൽ നമുക്കൊരു മാറ്റം ഉണ്ടാക്കുക, ഒരു ചേഞ്ച് ഉണ്ടാക്കുന്നത് എപ്പോഴും നന്നായി. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ഇതാണ്, കുട്ടികളുടെ സ്നേഹത്തിൻ്റെ ഭാഷ അറിയുക. നമുക്കറിയാം, ഒരു ഫാമിലിയാണ്, പങ്കാളികൾ മാത്രമല്ല, അവിടെ മൂന്നാമതൊരു തലവും കൂടിയുണ്ട്. ആ തലമാണ് കുട്ടികൾ. അവർക്കും തീർച്ചയായിട്ടും പ്രാഥമിക ഭാഷയുണ്ട്. ഇപ്പം നമ്മളുടെ രണ്ടുപേരുടെ അല്ലെങ്കിൽ രണ്ട് പങ്കാളികളുടെ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഷയായിരിക്കും അവർക്ക് കിട്ടുന്നത്. കാരണം എല്ലാവർക്കും ബാല്യകാലത്ത് കിട്ടുന്നതായതുകൊണ്ട് മാതാപിതാക്കളുടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായേക്കാം. അപ്പോൾ ആ കോൺഫ്ലിക്റ്റ് കുട്ടികളുടെ തലത്തിൽ അവർക്ക് തിരികെ, അവർക്കും അംഗീകരിക്കപ്പെടുന്നതോ അംഗീകരിക്കപ്പെടാത്തതോ ആയ ഒരു ഭാഷയിലാണ് അവർ സ്വീകരിക്കപ്പെടുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കുട്ടികളുടെ ഈ ഭാഷയും തിരിച്ചറിയുക എന്നുള്ളത് വളരെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ് മാതാപിതാക്കളെ സംബന്ധിച്ച്. അപ്പം ഇങ്ങനെ പ്രാധാന്യമായിട്ട് പ്രാധാന്യത്തോടു കൂടി മൂന്ന് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുക. ഒന്ന്, ഏതാണ് നമ്മുടെ ലവ് ലാംഗ്വേജ്. രണ്ടാമത്, പങ്കാളിയുടെ. മൂന്നാമത്, കുട്ടികളുടെ. ഇതൊരു കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ടാണ്. ഇനി ഒരു ബിസിനസ് തലത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഒരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലത്തിൽ, സ്നേഹത്തിൻ്റെ, സ്നേഹിതരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഔദ്യോഗികമായ തലത്തിലെല്ലാം ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അവിടെ മനോഹരമായ ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഊഷ്മളമായ ഒരു ബന്ധമുണ്ടാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഈ ബുക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം ഇങ്ങനെ 5 ലവ് ലാംഗ്വേജസ്, അത് നമുക്ക് സ്വായത്തമല്ലെങ്കിൽ പോലും അതിനെ പഠിച്ച് പങ്കാളിയുടെ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയുടെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളൊരു മാറ്റം, ഈ മാറ്റത്തിനാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് എന്നോ അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്നോ ഒക്കെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അവരുടെ താല്പര്യങ്ങൾക്ക് സംരക്ഷിച്ചുകൊണ്ട്, സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന തരത്തിൽ നമുക്കൊരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് കൂടുതൽ ഗുണകരമായ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നൽകും എന്നാണ് ഈ ബുക്ക് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈ 5 ലവ് ലാംഗ്വേജസും വളരെ കൃത്യതയോടെ നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. കാരണം ഇത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതാണ് എങ്കിൽ പോലും അതിനെ ഈ കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും റിലേഷൻഷിപ്പിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്ന, അർത്ഥപൂർണമാക്കുന്ന ഒരു പ്രോസസ്സാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഒരു വ്യക്തിയുടെ കുടുംബജീവിതത്തിൽ അല്ലെങ്കിൽ വിവാഹത്തിന് ശേഷം സംഭവിക്കുന്നതെന്ന്, അതിൽ ഏതൊക്കെയാണ് ഭാഷകളെന്നും. ആദ്യത്തെ ഭാഷ എന്ന് വെച്ചാൽ പ്രശംസാ വാക്കുകളാണ്, വേർഡ് ഓഫ് അഫർമേഷൻസ് ആണ്. പങ്കാളിക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാൻ പഠിക്കുക. തിരിച്ചും രണ്ട് പങ്കാളികളും അങ്ങനെ ആകുക. രണ്ടാമത്തെ ഭാഷ എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ഉപയോഗിക്കുക. അവർക്ക് ഏത് രീതിയിലാണ് ക്വാളിറ്റി ടൈം കൊടുക്കേണ്ടത് ആ കൃത്യമായിട്ട് കൊടുക്കുക. ഒരുപക്ഷെ ക്വാളിറ്റി ടൈമാണ് അവരുടെ സ്നേഹഭാഷയെങ്കിൽ. മൂന്നാമത്തത് സ്നേഹ സമ്മാനങ്ങൾ എന്ന് പറയാം, റിസീവിങ് ഗിഫ്റ്റ്സ്. അത് ദൃശ്യവും സ്പർശനീയവുമായ, മനസ്സിൽ ഒത്തിരിയും തങ്ങി നിൽക്കുന്ന ചില പ്രതീകങ്ങളാണ്. അപ്പോൾ ഈ പ്രതീകങ്ങളെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. അടുത്ത ഭാഷ എന്ന് പറയുന്നത്, നാലാമത്തെ ഭാഷ എന്ന് പറയുന്നത് സേവന പ്രവൃത്തികൾ, ആക്ട് ഓഫ് സർവീസാണ്. വേണ്ട കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടത്തിനൊത്ത് ചെയ്യാൻ ശ്രമിക്കുക. അഞ്ചാമത്തേത് ശാരീരിക സ്പർശനമാണ്, ദാറ്റ് ഈസ് ഫിസിക്കൽ ടച്ച്. ഒരുപക്ഷെ എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്നത് ഈ ശാരീരിക സ്പർശനം തന്നെയാണ്. പക്ഷെ അതിനകത്തൊരു സുരക്ഷിതത്വത്തിൻ്റെയും അടുപ്പത്തിൻ്റെയൊക്കെ തലങ്ങളുണ്ട്. അതെല്ലാം മനസ്സിലാക്കി കൃത്യമായ പരിരക്ഷയോടുകൂടി ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട്. ബാക്കിയുള്ളത് നമ്മൾ പറഞ്ഞ പോലെ പ്രായോഗിക ജീവിതത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കാം. ആദ്യമേ നമ്മളുടേതായ സ്നേഹത്തിൻ്റെ ഭാഷ കണ്ടെത്തുക. രണ്ടാമത്തെ തലത്തിൽ പങ്കാളിയുടെ സ്നേഹത്തിൻ്റെ ഭാഷ കണ്ടെത്തുക.
മൂന്നാമത്തത് കുട്ടികളുടെ സ്നേഹത്തിൻ്റെ ഭാഷ കണ്ടെത്തുക. ഇനി റിലേഷൻഷിപ്പ് നമ്മൾ മറ്റൊരു തലത്തിലാണെങ്കിൽ, മറ്റ് ഒഫീഷ്യൽ തലത്തിലാണ് അല്ലെങ്കിൽ സ്നേഹബന്ധത്തിലൊക്കെ ആണെങ്കിൽ അതിൻ്റേതായ രീതിയിലുള്ള ഭാഷകൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പം ഇതാണ് ഈ ബുക്ക് നമ്മളോട് സംസാരിക്കുന്നത്. എന്തായാലും സ്നേഹത്തെ ഭാഷകൾ തിരിച്ചറിയാനും അത് ഉപയോഗിക്കാനും ഒക്കെ ഈ ബുക്ക് വളരെയധികം പ്രയോജനകരമാണ്. ബുക്ക് വാങ്ങിയ ബുക്ക് വാങ്ങി വായിക്കുക. ഇതിനകത്ത് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഉദാഹരണം ഇങ്ങനെയാണ് പറയുന്നത്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി അമ്മയുടെ രീതിയാണ്. അമ്മ എന്ന് വെച്ചാൽ ആക്ട് ഓഫ് സർവീസ് ഇഷ്ടംപോലെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ വ്യക്തിയുടെ സ്നേഹഭാഷ എന്ന് പറയുന്നത് അമ്മയുടെ ഭാഷയാണ്. അതേസമയം അച്ഛൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, കൂടുതൽ ക്വാളിറ്റി ടൈമാണ്. അപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ മകൻ എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അപ്പോൾ എന്താണ് നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അതായിരിക്കും നമ്മുടെ ആക്ട് ഓഫ് സർവീസ് അല്ലെങ്കിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷ. പക്ഷേ ഇത് പങ്കാളിയുമായി പൊരുത്തപ്പെടണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെയും ഭാഷകൾ തമ്മിൽ മനസ്സിലാക്കിയുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ എന്താണ് അവരുടെ ഭാഷ എന്ന് മനസ്സിലാക്കി കൃത്യമായി ആ ഭാഷയിലൂടെ ആശയവിനിമയവും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വളരെ പ്രയോജനകരമായ ഒരു റിസൾട്ട് നമുക്കുണ്ടാക്കും എന്നാണ് ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങളുടേതായ രീതിയിൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കേൾക്കാം. താങ്ക് യു. ആരാണ് പറയുന്നത്? റോയ് സാർ ഫ്രീ ആണോ? റോയ് സാർ, അനിൽകുമാർ സാർ? യെസ്, റോയ് സാർ പറയും. ഒരു കാര്യം അതായത് ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളും ഇഷ്ടവുമുണ്ട്. അതുപോലെ മറ്റുള്ളവരും വേണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സ്വഭാവമാണ് മനുഷ്യ സഹജമായിട്ടുള്ളത്. അവിടെയാണ് ഈ ഭാഷകളുടെ കുഴപ്പങ്ങൾ വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ സ്നേഹഭാഷ എന്ന് പറയുന്നത്, ഈ പറയുന്ന ഇതെല്ലാം ബാല്യത്തിൽ തന്നെ അക്വയർ ചെയ്യുന്നതാണ് എന്ന് സാർ പറഞ്ഞത് വളരെ, ഈ ബുക്കിൽ പറയുന്നതും വളരെ ക്ലിയർ ആണ്. പക്ഷേ അത് ഇത് മാറുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ വരുമ്പോൾ ആണ് അത് മാറ്റാൻ നമ്മൾ നിർബന്ധിതനാകുന്നത്. അത് ഒന്ന്, പിന്നെ ഈ പറഞ്ഞ 5 കാര്യങ്ങളും സാർ ഞാനൊന്ന് അനലൈസ് ചെയ്ത് നോക്കി. സംഗതി പറഞ്ഞതൊക്കെ ഇതാണ്. പക്ഷേ ഇത് നമ്മളുടെ ഭാഷ ഏതാണ്, ഈ 5 ലാംഗ്വേജിൽ നമ്മുടെ ഭാഷ ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനും ഉപരിയായി വേണ്ടത് പങ്കാളിയുടെ ഭാഷ മനസ്സിലാക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭാഷയും മറ്റതുമായിട്ട് ഒത്തുപോകുമോ എന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഈ സംഗതിയൊക്കെ ഇതാണ്, ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ സാർ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ, അതായത് ഇതെല്ലാം ഇത് സ്നേഹത്തിൻ്റെ ഭാഷകളാണ്. ഈ പറഞ്ഞ ടച്ച്, അതുപോലെ തന്നെ സാന്നിധ്യം, സമ്മാനങ്ങൾ മേടിക്കുക എന്നൊക്കെ പറയാം. അതിനൊക്കെ ഒത്തിരി അർത്ഥമുണ്ട്. കാരണം എന്നെ കരുതിയല്ലോ, എൻ്റെ താല്പര്യത്തിനൊത്ത് എനിക്കിഷ്ടമുള്ളൊരു സാധനം കൊണ്ട് തന്നു പറയുമ്പോൾ എന്നെ നന്നായി മനസ്സിലാക്കിയിട്ടാണല്ലോ, എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയിട്ടാണല്ലോ അങ്ങനെ സമ്മാനങ്ങൾ തരുന്നത് എന്നൊക്കെ ഉള്ളത് ഒരു സ്നേഹം കൂടുന്നൊരു കാര്യമാണ്. പിന്നെ സാർ പറഞ്ഞ് ഫിസിക്കൽ ടച്ച്, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫിസിക്കൽ ടച്ച് എന്ന് പറയുന്നത് എവിടെയൊക്കെ ടച്ച് ചെയ്താലാണ് സുഖം തോന്നുന്നത്, മറ്റു കാര്യങ്ങളൊക്കെ അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യുമെന്നുള്ളതാണ് ഇതിന് പറഞ്ഞ ഒരു കാര്യം. ഹൗ ടു പ്രാക്ടീസ് ദീസ് 5 ലവ് ലാംഗ്വേജസ്. അപ്പോൾ അതിന് നമ്മുടെ പ്രാഥമിക ഭാഷ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത് നമ്മളിൽ എന്താണുള്ളത് എന്ന് അത് നമ്മൾ തിരിച്ചറിയണം. എന്നാലേ നമുക്ക് പ്രയോഗിക്കാതിരിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ താല്പര്യം അറിഞ്ഞ് പങ്കാളി നമുക്ക് നൽകണം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ നമ്മൾ പങ്കാളിയെ തിരിച്ചറിഞ്ഞ് അത് അങ്ങോട്ട് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ
ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഏതായാലും ഈ 5 ലാംഗ്വേജസ്, ലവ് ലാംഗ്വേജസ് കുടുംബജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഔദ്യോഗിക ജീവിതത്തിലും എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിന് സഹായിക്കുന്നതാണ് എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെയല്ല, അത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഇതും നടത്താം. അപ്പം അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതനുസരിച്ച് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ സാർ, ഇത്രയും ഈ 5 ലാംഗ്വേജസിൻ്റെ ഈ ബുക്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് ഉപരി അത് വളരെ സംക്ഷിപ്തമായി ഈ കാര്യങ്ങൾ പറഞ്ഞു തന്ന സാറിന് വളരെയധികം അഭിനന്ദനങ്ങൾ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ഓക്കെ, ഓക്കെ, ആ ഞാൻ ജോഷ് പറയാം. സാർ പറയും. ആദ്യം തന്നെ ഒറ്റ വാക്കിൽ ഒരു നന്ദി പറയട്ടെ. സാറിന്റെ ഈ ഉദ്യമം തികച്ചും ഉചിതമാണ്, വളരെ ഫ്രൂട്ട്ഫുൾ ആണ്. ഒരു വീട് പണിയാൻ മിനിമം എസൻഷ്യലായി 4 തൂണുകൾ ആവശ്യമുണ്ട്. 4 മൂലയ്ക്ക് 4 തൂണ് കുഴിച്ചിട്ടാൽ അതിൽ ഉത്തരം വെച്ച് മോന്താഴ ഇറക്കി വേണമെങ്കിൽ നമുക്ക് ഒരു വീട് പണിയാം. എന്നാൽ ഒരു ഫാമിലി പണിയാൻ, അഥവാ കുടുംബം പണിയാൻ, വീടും കുടുംബവും ഒന്നല്ല, ഒരു ഫാമിലി പണിയാൻ 5 തൂണ് വേണം. സ്നേഹത്തിന്റെ 5 തൂണ് വേണം എന്നാണ് ഞാൻ ഒന്നാമതായിട്ട് ഇതിലൂടെ മനസ്സിലാക്കിയത്. അപ്പൊ 4 തൂണുണ്ടെങ്കിൽ വീട് പണിയാൻ പറ്റുമെങ്കിൽ 5ാമതൊരു തൂണൂടെ ഇടണം. അത് എവിടെയാണ് ഇടേണ്ടത്, എപ്രകാരമാണ് ക്രമീകരിക്കേണ്ടതെന്ന് ബുദ്ധിപരമായിട്ട് ഓരോരുത്തരും മനസ്സിലാക്കി ചെയ്യേണ്ടുന്ന ഒന്നാണ്. രണ്ടാമത്തെ പോയിന്റ്, രണ്ടാമതായിട്ട് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച സംഗതി, ഈ ഭാഷ നമുക്ക് സ്വായത്തമാക്കി വെച്ചതുകൊണ്ട് ഇത് ഫലം പൂർണ്ണമായും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരു പയറിന്റെ അരിയോ മറ്റെന്തെങ്കിലും നമ്മൾ ഏറ്റവും നല്ല കമ്പനിയുടേത് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാലും അത് ഫലം ചൂടില്ല. അത് ഫലം ചൂടണമെങ്കിൽ അത് കിളിപ്പിക്കാൻ പറഞ്ഞ രീതിയിൽ വെള്ളത്തിലിടുകയോ വല്ലതും ചെയ്തിട്ട് നല്ലവണ്ണം നിലമൊരുക്കി അത് ഇടുമ്പോൾ മാത്രമേ അത് കിളുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് കിളുക്കണം എന്നുണ്ടെങ്കിൽ പങ്കാളികൾ 2 ആളും, മിനിമം 2 ആളെങ്കിലും ഉണ്ടല്ലോ, മക്കളും കൂടി ഉണ്ടാവുമായിരിക്കും. ഈ 2 ആളും വളരെ നല്ല ഒരു ഇതൊക്കെ പരസ്പരം സംവദിക്കാൻ, ഇതൊക്കെ ഒരുപക്ഷെ കല്യാണം കഴിച്ചൊരു കുറെ കൊല്ലം മുന്നോട്ട് പോയിട്ട് നമുക്കെന്നാ ഇവിടെ ഇരുന്നൊരു ലവ് ലാംഗ്വേജിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് പറഞ്ഞാൽ ചിലപ്പം നടന്നെന്ന് വരും, ചിലപ്പം നടന്നെന്ന് വരില്ല. അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ, നല്ല ഒരു സന്ദർഭത്തിൽ എല്ലാവർക്കും, ഞാൻ 2ആയിട്ട് തന്നെ വർഗീകരിക്കുന്നില്ല, പ്രായം ചെന്നവർക്കും അല്ലാത്തവർക്കും അത് ചെയ്യാം. എനിക്ക് തോന്നുന്നു അതിന് ഏറ്റവും ബെസ്റ്റ്, ഒരു നല്ലത് വല്ലയിടത്തും ഒരു ഔട്ടിങ്ങിനൊക്കെ പോവുകയോ അല്ലെങ്കിൽ ഒരു ടൂറായിട്ട് പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു മുറിയെടുത്തൊക്കെ താമസിക്കുമ്പോൾ അത്തരം സമയങ്ങളിലാണ് യഥാർത്ഥത്തിൽ ഒരുപക്ഷെ ഇത് സംസാരിക്കാൻ പറ്റും. കാരണം വീട്ടില് 100 കാര്യത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് അല്പനേരം ലവ് ലാംഗ്വേജ് സംസാരിക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതൊന്നും പോസിബിൾ അല്ല. അപ്പൊ നമ്മൾ ഊട്ടിയിലോ കൊടൈക്കനാലിലോ ഇനി അവിടം വരെ ഒന്നും ദൂരെ പോകണ്ട, ഏറ്റവും അടുത്ത് കോട്ടയംകാർക്ക് കാവാലത്ത് വരുമ്പോഴോ ഈ കായലിന്റെ ആ ഭംഗി ആസ്വദിച്ചോണ്ട് ഇരിക്കുമ്പോഴോ, ഇല്ലെങ്കിൽ കടലിൽ പോകുമ്പോഴോ, അല്ലെങ്കിൽ വാഗമണ്ണ് പോയാലും മതി. വാഗമണ്ണ് പോയാലും മതി. ഇങ്ങനെയൊക്കെ പോകുന്ന അവസരത്തിൽ സ്വസ്ഥമായിരുന്ന് ശാന്തമായിട്ട് ആ അന്തരീക്ഷത്തിൽ സംസാരിക്കപ്പെടുകയാണ് ഇത് വേണ്ടതെന്നും കൂടി എനിക്ക് അനുഷംഗ, ഞാനൊന്ന് കൂട്ടിച്ചേർക്കൽ പോലെ
നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് നമ്മളിൽ എല്ലാവരിലും ഇത് ഫലം ചൂടുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും നമ്മളും വൈകിയില്ല എന്നുള്ളൊരു വിചാരത്തിൽ പ്രതീക്ഷയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഒപ്പം മറ്റുള്ളവർക്കും ഇത് എനിക്ക് തോന്നുന്നു ഈ പുസ്തകം വായനാശീലം ഉള്ളവർക്ക് വായിക്കാൻ കൊടുക്കാം. ഇല്ലെങ്കിൽ ഇത് ഒരു ഈ നമ്മുടെ ഈ വിങ്സിന്റെ ഭാഗമായിട്ടെങ്കിലും ഒരു ചെറിയ ഒരു ലീഫ്ലെറ്റ് പോലെ ഇറക്കാമെന്നുണ്ടെങ്കിൽ മിനിമം എനിക്ക് തോന്നുന്നു ഈ 5 പഞ്ചശീലങ്ങൾ, ഈ പഞ്ചശീലങ്ങൾ എന്ന് എഴുതിയിട്ട് അതെങ്കിലും എഴുതി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒരു ക്രിസ്മസ് കാർഡായിട്ടോ അല്ലെങ്കിൽ ഓണത്തിന്റെ വിഷിംഗ് കാർഡായിട്ടോ അല്ലെങ്കിൽ അവരുടെ പിന്നെ ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറിക്കോ മറ്റെന്തെങ്കിലും ബർത്ത്ഡേക്കോ ഒക്കെ അയച്ചു കൊടുക്കാം എന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഇത് നമുക്കൊന്ന് കൈമാറ്റം ചെയ്യാൻ സാധിക്കും. അതിൻ്റെ താഴെ നമ്മുടെ വിങ്സ്, നമ്മുടെ ഇതിൻ്റെയൊക്കെ പേരുമൊക്കെ വെച്ച് ആളുകൾക്ക് വേണമെങ്കിൽ ക്ലാസ്സുകൾ ഈ 7 മണിക്ക് എല്ലാ ദിവസവും കയറാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ചെയ്യാമെങ്കിൽ കുഴപ്പമില്ല. സാറ് ഒരു കുറെ കടലാസ് ഇത്തരത്തിൽ പ്രിന്റ് ചെയ്യാം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും DTP ചെയ്ത് ഈ ഗ്രൂപ്പിൽ ഇടുകയോ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ആവശ്യാനുസരണം ആളുകൾക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് വല്ലവർക്കും ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പണ്ടത്തെ പോലെ വേണമെങ്കിൽ ഇപ്പൊ 100 കണക്കിന് ആരും അല്ലെങ്കിൽ സാറടിച്ചിട്ട് നിങ്ങൾ വേണം 100 വീതം വാങ്ങിക്കല്ലേ, 10 വീതം വാങ്ങിക്കാൻ പറയേണ്ട കാര്യം ഇന്നില്ല. ഒരെണ്ണം മതി. ഒരെണ്ണം DTP ചെയ്ത് ഇറക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു 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 പ്രപ്പകാന്തയും അതിൻ്റെ അകത്തോടെ നടക്കും. നമ്മളെയും കൂടെ ഇതൊന്ന് പുറത്ത് അറിയിക്കാൻ പറ്റും. നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചുമൊക്കെ അറിയിക്കാനും പറ്റുമെന്ന് എനിക്ക് ഇതിൻ്റെ ഇടയിൽ തോന്നിപ്പോയ 3ാമത്തെ കാര്യമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് ആളുകൾ അഭിപ്രായം പറയാനുണ്ടാവും. തീർച്ചയായിട്ടും സാറിൻ്റെ ഈ ഉദ്യമം തീർച്ചയായിട്ടും മറ്റ് ഇതിനു വേണ്ടി എടുക്കുന്ന ഇനിഷ്യേറ്റീവ് പോലെ തന്നെ അതിനേക്കാൾ ഒരു പടിയുടെ ഉയർന്ന തലത്തിൽ ഇതും ഗുണം ചെയ്യും. ഇതൊരു വളരെ പ്രായോഗികമായിട്ട് എല്ലാവർക്കും ആവശ്യമുണ്ട്. എവിടെയാണെങ്കിലും ചെറിയ അസ്വാരസ്യങ്ങളോ പൊട്ടലോ ചീറ്റലോ അല്ലെങ്കിൽ ഏതെങ്കിലും അപ്പോൾ ഒരു ആത്മശോധനയ്ക്കുമൊക്കെ ചിലപ്പോൾ ചിലർക്ക് ഉപകാരപ്പെടും. വലിയ കൗൺസിലിങ്ങിന് ആളുകൾ പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം നിൽക്കൂ, ചിന്തിക്കൂ, ഈ ഒരു സാധനം ഉപകാരപ്പെട്ടാക്കാൻ സാധ്യതയുണ്ട് എന്നിവിടെ തോന്നുന്നു. അതോടെ ഞാൻ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും ഇനിയും പങ്കുവെക്കാനിരിക്കുന്നവർക്കും ഇതുവരെ ഇത്തവണ ആദ്യം പങ്കുവെച്ച റോയ് സാറിനും ഭാവുകങ്ങൾ അറിയിച്ചുകൊണ്ട് താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. അനുകുമാർ സാർ. സാറേ, ഇങ്ങനെ ഒരു നല്ല ഒരു ബുക്ക് കണ്ടെത്തി റിവ്യൂ നടത്തിയ സാവു സാറിന് ആദ്യമേ തന്നെ നന്ദി അറിയിക്കുകയാണ്. സാറിനെ ഇതിനെ അഭിനന്ദിക്കുകയാണ്. ലവ് ടാങ്ക് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സാറ് തുടങ്ങി ആ പുസ്തകത്തിൻ്റെ ആദ്യ കാര്യം. സാർ ഇതിനിടയ്ക്ക് ഇമോഷണൽ ടാങ്കിൻ്റെ കാര്യവും നമ്മളോട് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്നൊരു പറച്ചിലുണ്ടായതുപോലെ തന്നെ അദ്ദേഹം അതും പറഞ്ഞു. അപ്പം അത് ഇവിടെ 5 സ്നേഹഭാഷകളെക്കുറിച്ചാണ് ഈ പുസ്തകം പ്രതിപാദിക്കുന്നത്. സാവു സാർ ഇവിടെ അവതരിപ്പിച്ചത്. എല്ലാവരും 2 പേരും അവതരിപ്പിച്ച് അവരുടെ നല്ല രീതിയിൽ പ്രശംസാപരമായ വാക്കുകൾ, വേർഡ്സ് ഓഫ് അഫർമേഷൻ, സ്നേഹം വാക്കുകൾ, പ്രശംസ, പ്രോത്സാഹനമൊക്കെ കൊടുക്കണം. വരുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. 2, നിലവിലെ സമയം, ക്വാളിറ്റി ടൈം. ഞാനത് പറയേണ്ട കാര്യമില്ല, അവർ മുന്ന് പറഞ്ഞവരും സാവു സാറും വ്യക്തമായി പറഞ്ഞു. സമ്മാനങ്ങൾ. പിന്നെ 4ാമത് പറഞ്ഞ സേവന പ്രവൃത്തിയിൽ, ആർട്സ് ഓഫ് സർവീസ്. പിന്നെ 5ാമത്താണ് ശാരീരിക സ്പർശനം, ഫിസിക്കൽ ടച്ച്. ശാരീരികവും മാനസികമായ ഒരു ടച്ചാണ്. നമുക്കറിയാം എന്താണ് സ്നേഹം. ആലിംഗനം ചെയ്യുക, ചുംബനം കൊടുക്കുക, സമ്മാനമായ ലൈംഗിക എന്നിവയൊക്കെ സാറ് പറഞ്ഞു കഴിഞ്ഞു. എല്ലാ തരത്തിലും നല്ലൊരു അടിപൊളി ക്ലാസ് ആയിരുന്നു. ഉദാഹരണം, ആർട്സ് ഓഫ് സർവീസ്, വേർഡ്സ് ഓഫ് അഫർമേഷൻ, ക്വാളിറ്റി ടൈം, ഫിസിക്കൽ ടച്ച്, ഗിഫ്റ്റിംഗ്. ഇതാണ് ആ 5 ലവ് ലാംഗ്വേജസ്.
എന്ത് പറയാൻ, ചുരുക്കി പറഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ സം ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ പങ്കാളികളുടെ ഭാഷയും കുട്ടികളുടെ ഭാഷയും നാം തിരിച്ച് മനസ്സിലാക്കുക, അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം കൊടുക്കുക, അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രം നാം ചെയ്യണം. അവർക്ക് സ്നേഹിക്കപ്പെടുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകണം. അതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, അതാണല്ലോ സ്നേഹം. അവർക്ക് ആ സ്നേഹമുണ്ട്, നമ്മുടെ ഭാഗത്തു നിന്നുണ്ട് എന്നൊരു തോന്നൽ അവരൊക്കെ ഉണ്ടാകത്തക്ക വിധത്തിൽ വേണം നമ്മുടെ ഭാഷകളും നമ്മുടെ ഇടപെടലും. അതാണ് ചുരുക്കി പറഞ്ഞാൽ വേദനിപ്പിക്കാത്ത വാക്കുകൾ തന്നെ ആയിരിക്കും, അവരെ ഹർട്ട് ചെയ്യാത്ത വാക്കുകളായിരിക്കണം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ എല്ലാം സമാൻ സബ്സ്റ്റൻസ് ആയിട്ട് പറയുന്നത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തിയതിനും ഇങ്ങനെ ഒരു പുസ്തകം തിരഞ്ഞെടുത്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്ത സാബു സാറിന് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഞാൻ സാബു സാറിനെ ഏൽപ്പിക്കുന്നു. ഓക്കെ. താങ്ക് യു സാർ. ഓക്കെ, ഇനി ആരുള്ള? ജോർജ് സാർ ഉണ്ടോ? ഉമർ സാർ പറഞ്ഞില്ലല്ലോ. പറയാം. സന്തോഷകരമായ ഒരു ജീവിതത്തിന്റെ തുടക്കത്തിന് സാധ്യത ഉണ്ടാക്കി തന്ന സാവു സാറിന് നന്ദി പറഞ്ഞുകൊണ്ട്, ഇതില് ഏത് നമ്പറാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു നമ്പറിലെ ഞാൻ ചെയ്യാറില്ല. എന്റെ കാര്യം പറഞ്ഞാൽ ആ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പലതും ഇങ്ങോട്ട് കിട്ടാറുമില്ല. ഞാൻ ആഗ്രഹിച്ച പലതും ഇങ്ങോട്ട് കിട്ടാറില്ല. പക്ഷെ അത് എന്റെ കുറ്റം കൊണ്ട് തന്നെ ആയിരിക്കും എനിക്കും കിട്ടാത്തത്. പക്ഷെ കുടുംബ ജീവിതമാണല്ലോ എല്ലാവരും സാഹചര്യമാണല്ലോ എല്ലാവരെയും വലുതാക്കുന്നത്. കാരണം എന്റെ കുടുംബത്തിലെ അച്ഛനൊരു ഹെഡ്മാസ്റ്റർ ആയിരുന്നു സ്കൂള്. പക്ഷെ സ്കൂളിനേക്കാൾ സ്ട്രിക്റ്റ് ആയിരുന്നു വീട്ടില്. അപ്പൊ അത് കണ്ടും കേട്ടും വളർന്നു വന്ന ഞാൻ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കണ്ട അതിൽ നിന്ന്. പക്ഷെ ഞാൻ അതിന്റെ ദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് മറ്റുള്ളവർക്ക് കിട്ടുന്നൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കുറെയൊക്കെ. പക്ഷെ അവർക്കത് പോരായിരിക്കാം, അതുകൊണ്ടായിരിക്കും. പക്ഷെ എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു. സന്തോഷം. നന്നായിരുന്നു. ഓക്കെ സാർ, തീർച്ചയായിട്ടും അത് നമ്മുടെ കുട്ടിക്കാലത്തുണ്ടാകുന്ന ആ ശീലങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. നസീമ പറയും. താങ്ക് യു സാർ. ഞാൻ മോള് പോവാൻ നിൽക്കായിരുന്നു ഗൾഫിന്. ഞാൻ കേട്ടോളാം യൂട്യൂബിൽ. എന്റെ സാറ് മനോഹരമായിട്ട് ഇതുപോലെ ക്ലാസ് എടുത്ത് തന്നിട്ട് തപ്പെടുത്ത് വായിച്ച പുസ്തക. സാബു സാറിന്റെ ഒക്കെ തന്നെ ഇടക്കിടക്ക് ഇപ്പൊ ലവ് ലാംഗ്വേജ് ഇടക്കിടക്ക് കേൾക്കാറുണ്ട്. അപ്പോ അന്ന് എനിക്ക് കിട്ടിയ ഒരു ടൂളാണ് ABCDE. സാർ തന്നെയാണെന്ന് തോന്നുന്നു ആ സൂത്രം പറഞ്ഞത്, ABCDE മെത്തേഡ് അല്ലെ? അപ്പൊ ഇന്ന് നിന്നെ കാണാൻ നല്ല സുന്ദരിയാണ്, ഓ ഷർട്ട് നല്ല രസമുണ്ടല്ലോ, കുറച്ചും കൂടി ഭംഗി വെച്ചിട്ടുണ്ടോന്നൊക്കെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് എക്സാമ്പിൾ അല്ലേ, വേർഡ്സ് ഓഫ് അഫർമേഷൻ, വേർഡ്സ് ഓഫ് പ്രൈസിങ് ഒക്കെ ആവാം അല്ലേ സാറേ? നീ ഉണ്ടാക്കിയ പലഹാരം നല്ല രസമുണ്ട്, എൻ്റെ അമ്മ ഉണ്ടാക്കിയ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പറാണ്. ശരിക്കും നമുക്ക് കൗൺസിലിങ്ങിലും വഴക്ക് കേൾക്കാണ്ടിരിക്കാൻ സോപ്പിടാൻ പറ്റും മെത്തേഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ലൈഫിൽ ചെറിയ ചെറിയ സൂത്രങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ ഈ ഫോണും TV ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് കുറച്ചേരം ഇരിക്കുന്നേ മതി റീല് കണ്ടത്. കുറച്ചേരം എനിക്ക് കാണണം എന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ വരും. അപ്പൊ ഒരു ക്വാളിറ്റി ടൈം കുറച്ചെങ്കിലും കിട്ടും. എന്നാലും കുറെ പേരൊക്കെ റീലിലായിരിക്കും, എന്താ കുറച്ചു നേരം ഞങ്ങൾക്ക് വേണ്ടേന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ AB കിട്ടി. പിന്നെ C എന്ന് പറഞ്ഞത് റിസീവിങ് ഗിഫ്റ്റ് എന്നാണ്. എനിക്ക് 4 മണിക്ക് പലഹാരം ഇവിടെ ഇക്കാട് ഉമ്മ വയസ്സായതാണ്. ഉമ്മക്ക് ഞാൻ ബാഗിൽ മിഠായി മേടിച്ചു വെക്കും. അപ്പൊ ഉമ്മ വന്നിട്ട് ഇങ്ങനെ തപ്പും, ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയാണ് കിട്ടിക്കഴിഞ്ഞാല്. ഭയങ്കര പാവായിരുന്നേ. ആ മിഠായി ഉമ്മക്ക് വേണം. എന്നിട്ട് അത് അല്ലെങ്കിൽ പിണങ്ങും നമ്മൾ ഒളിച്ചു വെച്ചാല്. അപ്പൊ അത് പറയാണ്ടാണ് കൊണ്ടു കൊടുക്കുക ഇഷ്ടമുള്ള സാധനം. അപ്പൊ അത് നമ്മൾ പറയാണ്ട് സാധനം കിട്ടുമ്പോ വല്ലാത്ത സന്തോഷാ. പറഞ്ഞിട്ട് കിട്ടുന്നേക്കാളും പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് ഒരു അവകാശം കൊച്ചിക്കൂടില്ല പറയാണ്ട് കിട്ടുമ്പോ. അത് ABC സാറിന്റെ ഒക്കെ തന്നെ കിട്ടിയേക്കുന്നുണ്ട് ഈ സൂത്രം. അതുപോലെ ഹെൽപ്പിംഗ് ഉണ്ട്. അടുക്കള സഹായിക്കാൻ കുറച്ച് മടിയാ, എന്നാലും അടുക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോ ഒന്ന് വരും. അപ്പൊ ഭയങ്കര സഹായിക്കലാവും. അപ്പൊ അവരോർമ്മ ഇത്ര നല്ല ഭർത്താവ് ലോകത്തില്ലാന്ന്. എന്നാലും വേണ്ടില്ല, അപ്പൊ സഹായിച്ചു തരുമല്ലോ. കാരണം എല്ലാവർക്കും അടുക്കള പണി ഇഷ്ടം ഉണ്ടാവൂല. എന്നാലും നേരം കിട്ടിയ ഡ്രസ്സൊക്കെ മടക്കി വെച്ച് തരും. അപ്പൊ നമുക്ക് മടിയുള്ള കാര്യം ചെയ്തു തരുമ്പോ വല്ലാത്തൊരു സന്തോഷ. മടിയുള്ള കാര്യം പ്രത്യേകിച്ച് ചെയ്തു തരുമ്പോ. അപ്പൊ ഈ ഹെൽപ്പിംഗ് ഹാൻഡ് ആവുമ്പോ വല്ലാത്തൊരു സന്തോഷമാണ്. ഡിയും കഴിഞ്ഞാൽ പിന്നെ ഫിസിക്കൽ ടച്ചാണ്.
അതെനിക്ക് വേണം ഈ പോട്ടൽ അച്ഛൻ പറഞ്ഞ പോലെ നീ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് ഒന്നും കൊടുക്കണ്ടടേ. ഞങ്ങള് സ്കൂളിൽ വന്നിട്ട് നീ അങ്ങ് പെണ്ണുമ്പുള്ള പാത്രം കഴുകുമ്പോ എടി അമ്മൂ എന്നിട്ട് ബാക്കി ചെന്നൊന്ന് കെട്ടിപ്പിടിച്ചാളെ. സാറ് വല്ലാത്തൊരു അവസ്ഥയില് പോട്ടൽ അച്ഛൻ പറഞ്ഞു അതാണ് അവൾക്ക് വേണ്ട സമ്മാനം എന്ന്. കാശൊന്നും ചെലവാക്കണ്ടല്ലോ. അപ്പൊ വിഷമിച്ചിരിക്കുമ്പോ ഒരു ചേർത്ത് പിടിക്കല്, ഒന്ന് കണ്ണ് തുടച്ചു കൊടുക്കലൊക്കെ വലിയൊരു എന്താ പറയാ, അതൊരു സമ്മാനം തന്നെ, ഫിസിക്കൽ ടച്ച്. അപ്പൊ ഈ 5 വന്ന് അപ്പൊ ഈ സൂത്രം സാറ് മനോഹരമായിട്ട് എടുത്തിട്ടുണ്ടാവും. ഞാൻ യൂട്യൂബിൽ നിന്ന് കേട്ടോളാം. താങ്ക് യു സർ. അപ്പൊ നല്ലൊരു പുസ്തകം എല്ലാവരും ഓർമ്മപ്പെടുത്തിയതിനും വായിക്കാനും പ്രചോദനം നൽകിയതിനും. അപ്പോ ഗാരി ചാപ്മാൻ ആണെന്ന് തോന്നുന്നല്ലേ ഡോക്ടർ? അതെ അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകം ആദ്യമായിട്ട് പരിചയപ്പെട്ടവരുണ്ടാവും. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു. ബിജു ജേക്കബ് ഉണ്ടോ? ജോർജ് സാർ, വത്സല മാം, ശുദ്ധവാൻ ഡോക്ടർ ഉണ്ടോ? ഓക്കെ, അപ്പൊ ഡോക്ടർ പറയും. ഈ ക്ലാസ്സിൽ കയറിയവരെല്ലാം ഇന്നു മുതൽ പ്രണയഭാഷ സംസാരിച്ച് തുടങ്ങുന്നത് ഞാനിങ്ങനെ ഇമാജിൻ ചെയ്യായിരുന്നു. പക്ഷെ ഇത് കണ്ട് വീട്ടുകാർ പേടിച്ചു പോവോ എന്തോ. രാത്രിയിൽ തന്നെ ഗിഫ്റ്റ് വാങ്ങാൻ പോലും സ്നേഹസ്പർശനങ്ങൾ നൽകലും. ഇനിയിപ്പോ നമ്മള് മാറ്റുമ്പോ ആൾക്ക് സംശയം വരും, വീട്ടുകാർക്ക് സംശയം വരും നമ്മള് മാറ്റി. നല്ല നല്ല ആശയങ്ങൾ ഒക്കെ നമ്മള് മറന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടാങ്ക് ഒക്കെ ഒഴിയാൻ തുടങ്ങുന്നു എന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. അത് വീണ്ടും റീഫിൽ ചെയ്യാൻ ഈ ക്ലാസ്സും ഈ പുസ്തകം സഹായിച്ചു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ എനിക്ക് ഈ ഈ ചർച്ചയിൽ ജോഷി സാർ കുറച്ച് ആശയങ്ങൾ അതിഗംഭീരമായിട്ടുള്ള ഈ പഞ്ചശീലം, പ്രണയഭാഷയുടെ പഞ്ചശീലം പഠിക്കാൻ മറന്നുപോയവർക്കൊക്കെ ഗുണം ചെയ്യുന്ന രീതിയിൽ അത് ലീഫ്ലെറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ന്യൂ ഇയർ കാർഡായിട്ടോ ഒക്കെ കൊടുക്കുന്നത് നന്നായിരിക്കും എന്നെനിക്ക് പറയാനുണ്ട്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഉള്ളിൽ പെട്ടെന്ന് അടിച്ചിട്ടത് ഈ തളത്തിൽ ദിനേശനെയായിരുന്നു. വടക്ക് നോക്കി യന്ത്രത്തിൽ ഈ തളത്തിൽ ദിനേശൻ ശോഭയുടെ നേരെ സ്നേഹം പ്രകടിപ്പിക്കാൻ നടത്തുന്ന പരാക്രമങ്ങൾ, പ്രണയഭാഷകളെല്ലാം, പക്ഷെ അതെല്ലാം അങ്ങ് പരിഹാസമായിട്ട് പോവുകയാണ് ചെയ്തത്. അത് ശോഭയെ ഞാനൊരു തമാശ ഇപ്പൊ പറയട്ടെ. പിന്നെ മോഹൻലാലിന് ഇഷ്ടം, മോഹൻലാല് മുഖം കൊണ്ട് ഗോഷ്ടി കാണിക്കുകയാണ്, എനിക്കൊരുപാട് അങ്ങനെയൊക്കെ ഈ പ്രണയഭാഷ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ തളത്തിൽ ദിനേശൻ കിടന്ന് പരിശ്രമിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടു. അപ്പൊ അതിന്റെ റിസപ്റ്റീവ്നെസ്, അതാ സ്വീകാര്യതയും കൂടെ ഒരു ഇതാണ് എന്ന് കണ്ടു. പക്ഷെ എനിക്ക് വളരെ രസമായിട്ട് തോന്നി. പ്രത്യേകിച്ചും ഈ നസീമ മാഡം ഇതിനകത്ത് ഈ പാത്രം കഴിയുമ്പോൾ പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുകയും കയ്യിലിരുന്ന ഗ്ലാസ് താഴെ വീണ് പടോന്ന് പൊട്ടുകയും ചെയ്യുമ്പോൾ, കാരണം ഇപ്പൊ എല്ലാവരും നിന്നാണല്ലോ പാത്രം കഴുകുന്നത്. പണ്ടൊക്കെ എല്ലാം ഇരുന്ന് ഒക്കെ നമ്മൾ കഴിയും. ഇപ്പൊ നിന്ന് സിങ്കിലിട്ട് കഴുകുകയൊക്കെ ചെയ്യുന്നൊരു കാലത്ത്. അതേപോലെ ഈ പ്രണയം പ്രകടിപ്പിക്കുന്ന ഹെൻറിയുടെ പണ്ടത്തെ ഒരു കഥയുണ്ടല്ലോ. ഈ ക്രിസ്മസിന് ഗിഫ്റ്റ്, ഈ ജിമ്മിന് വാച്ചിനൊരു പ്ലാറ്റിനം ചെയിൻ വാങ്ങാൻ മുടിമുറിച്ച് മാഗിയുടെ കഥ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. ഒരു ഓർണമെന്റൽ കോമ്പും കൊണ്ട് ജിം അവിടെ ചെല്ലുമ്പോൾ പാവം ഈ പ്രണയിനി മുടി വിറ്റിട്ട് അങ്ങനെ ഇരിക്കുന്നത് പോലെ. അപ്പോൾ അസ്ഥാനത്തൊന്നും പ്രയോഗിക്കാതെ നമ്മൾ തളത്തിൽ ദിനേശനൊന്നും ആവാതെ പരമാവധിയൊക്കെ സ്നേഹിക്കുന്നതും ഒക്കെ നന്നായി. ട്രാൻസാക്ഷൻ അനാലിസിസ് നേരത്തെ റോയ് സാർ എടുത്ത ഇത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നു വരുന്നു, ബാല്യകാലം അതും എല്ലാം കൂടെ. അപ്പൊ എന്തായാലും ഇതിൽ വളരെ നമ്മളങ്ങ് മറന്നു പോകുന്ന കുറെ കാര്യങ്ങളാണ് ഓർമ്മിപ്പിച്ച് എടുത്തത്. ഈ 5 ലാംഗ്വേജസ്, ഈ അതിൽ ടാങ്ക് ഒഴിയുന്നത് നമ്മളാരും അറിയാറില്ല. അത് ടേക്ക് ഇറ്റ് ഗ്രാൻഡഡ്. നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടല്ലോ ആള്. ഇത് എനിക്ക് ഈ പ്രണയത്തിന്റെ 5 ഭാഷകളായിട്ടാണ് ഞാൻ ഇതിനെ എടുത്തത്. ഇപ്പൊ മക്കളോടുള്ളതോ അമ്മായിപ്പനോടുള്ളതോ ഒന്നും ആയിട്ട് ഞാനിതിനെ കാണുന്നില്ല. നമ്മൾ ഈ ജീവിത പങ്കാളികൾ തമ്മിൽ ഉപയോഗിക്കേണ്ട 5 ഭാഷകളായിട്ടാണ് ഞാൻ ഇതിനെ സ്വീകരിക്കുന്നത്. അത് സൗകര്യം പോലെ എല്ലാവർക്കും സ്വീകരിക്കാം. പക്ഷെ അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ മറന്നുപോയ ഈ മെൻ ആർ ഫ്രം മാർസ് ആൻഡ് വിമൻ ഫ്രം ജൂപ്പിറ്റർ എന്നൊക്കെ പറഞ്ഞ ആ അവസ്ഥയിൽ നിന്ന് മാറിയെടുക്കാനായിട്ട് ഇത് സഹായിക്കും. ഈ ജോഷ് സാർ പറഞ്ഞ ഈ നമ്മുടെ ടൂറുകളൊക്കെ ഭയങ്കര രസമാണ്. അപ്പൊ പക്ഷേ നമ്മുടെ ഈ മിഥുനം സിനിമയിൽ മോഹൻലാലും മറ്റേവരുടെ ഹണിമൂൺ പോയതുപോലെ ആസ്മ രോഗിയുള്ള അപ്പൂപ്പനെയും അമ്മയ്യപ്പനെയും അയൽക്കാരെയും പിള്ളേരെയും ഒക്കെ ഇവിടെ വണ്ടി കയറ്റി കൊണ്ടുപോകരുത്. അത് നമ്മളുടെ മാത്രമായിട്ടുള്ള മധുരയാത്രകളും ഒക്കെ. അത് വലിയ സ്നേഹഭാഷ പ്രകടിപ്പിക്കാൻ ഒരുമാതിരി മലയാളിക്കൊന്നും വലിയ പിടിയില്ല.
മലയാളി ഒരിക്കലും ഭാര്യയെ ഡാർലിംഗ് എന്നൊന്നും വിളിക്കില്ല, പക്ഷെ ഇംഗ്ലീഷുകാരൊക്കെ വിളിക്കുകയും ചെയ്യും. ഭയങ്കര പ്രണയ ദാരിദ്ര്യമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ മലയാളികൾ. പുരുഷന്മാരൊക്കെ അങ്ങോട്ട് ഈ വലയിൽ വീഴ്ത്തി കൈ കിട്ടുന്നത് വരെ ഭയങ്കര ഒലിപ്പിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ അവരുടെ പ്രണയ ടാങ്ക് അങ്ങ് വറ്റിപ്പോകുന്നതൊക്കെ ആയിട്ടാണ് കാണുന്നത്. മിക്ക വിവാഹ ജീവിതങ്ങളിലും ഒക്കെ ഈ ടാങ്ക് നിറയ്ക്കാനുള്ള ടെക്നിക്സ് അറിയാത്തത് കൊണ്ടാണ്. കുടുംബ കോടതികളിലേക്കൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ 5 ലവ് ലാംഗ്വേജസ് ടാങ്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടും അത് ഡ്രെയിൻ ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും നിറച്ചു കൊടുക്കുന്ന രീതിയിൽ ഇത് അവഹേളിക്കുകയോ ക്രൂരമായിട്ട് പെരുമാറുകയോ ഒന്നും ചെയ്യാത്ത ഈ ഇത് നേരത്തെ സാബ് സാർ പറഞ്ഞൊരു വാക്കുണ്ട്, സൂര്യൻ്റെ നേരെ ഈ ഫോട്ടോഫിലിക് എന്ന് പറയുന്നത് പോലെ പ്രകാശം വരുന്നിടത്തേക്ക് മരം ചായുന്നത് പോലെ അത് ഒരു വലിയ കാര്യമാണത്. അതൊരു ചെറിയ വാചകമാണെങ്കിൽ പോലും അത് ഗംഭീരമായിട്ടുള്ള ഒരു ടെക്നിക്കായിട്ട് നമുക്ക് എടുക്കാം. കാരണം നമ്മളെല്ലാം ഈ പെർഫെക്റ്റ് അല്ലല്ലോ, ആരും അങ്ങനെ IAS-കാരുടെ വരെ ദാമ്പത്യം തകർന്ന് തരിപ്പണമാകുന്നത് നമ്മൾ കാണാറുണ്ട്. എല്ലാ ബുദ്ധിമാന്മാരാണ്, ബുദ്ധിമതികളുമാണ്, പക്ഷെ അവരടിച്ച് പിരിയുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഈ ടാങ്ക് ഫില്ല് ചെയ്യാനുള്ള 5 സീക്രട്സ് ഞാൻ ജോഷ് സാറിനെ എൻ്റെ ആശയത്തിന് അദ്ദേഹത്തിന് ഒരു ഹഗ് കൊടുക്കുകയാണ്. കാരണം ഇതാർക്കും അറിയില്ല. ഈ പ്രണയം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കെല്ലാം അറിയാം, ഞാൻ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുമെങ്കിൽ ഇത് പ്രകടിപ്പിക്കാതെ ഉള്ളിലെടുത്ത് പൂട്ടി വെച്ചുകൊണ്ട് നടന്നാൽ എന്തെങ്കിലും ഇല്ല. പിശുക്കൻ്റെ കയ്യിലെ ധനം പോലെ അതങ്ങ് പൂട്ടി വെച്ചിരിക്കുകയാണ്, അത് എടുക്കില്ല, ഉപയോഗിക്കില്ല. പിശുക്കനായ പിച്ചക്കാരൻ ചത്തു കഴിഞ്ഞപ്പോൾ 5 ലക്ഷത്തിലധികം രൂപ എണ്ണിയെടുത്തതുപോലെ ഉള്ള ഇത്. നമ്മളൊക്കെ ചത്തു കഴിഞ്ഞതിന് ശേഷം ചത്ത് കിടക്കുമ്പോൾ വന്ന് നെറ്റിയിൽ ഒരു ഉമ്മ തന്നിട്ടൊന്നും കാര്യമില്ല, ഇല്ലേ നസീം? അത് ഇല്ലേ, ചത്ത് കിടക്കുമ്പോൾ വന്നിട്ട് ഞാൻ കാണാറുണ്ട് ഈ ബോഡി എടുക്കുന്നതിന് മുന്നേ ഒക്കെ ഭയങ്കര പ്രകടനമായിട്ട് നെറ്റിയിലൊരു ഉമ്മ. അത് അന്ന് വരെ അയാളുടെ നെറ്റി എങ്ങനെ ഇരിക്കുന്ന പോലും കണ്ടിട്ടില്ലാത്ത ആളാണ് വന്ന് ഇതൊക്കെ കൊടുക്കും. പക്ഷെ ഇത് ഗംഭീര ഒരു ക്ലാസ് ആയിരുന്നു സാർ, ഇത് അതിമനോഹരമായിട്ടുള്ള ഒരു ക്ലാസ്. എനിക്ക് ഒരുപാട് ഞാൻ എൻജോയ് ചെയ്തു. ഒരുപാട് ഉള്ളിലൂടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഞാൻ ഇങ്ങനെ കണക്ട് ചെയ്തു. അങ്ങനെ ഒക്കെ ഒരു നല്ല ക്ലാസ് ഞാൻ കേട്ട സന്തോഷം. അപ്പൊ ഇന്ന് മുതൽ ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ ടാങ്ക് ഫില്ലിങ്. ഓക്കെ, താങ്ക് യു. സത്യത്തില് നമ്മൾ ഈ ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ പ്രീ മാരിറ്റലൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യത്തിൽ ഉപയോഗിക്കേണ്ടത് ഈ ലവ് ലാംഗ്വേജസ് തന്നെയാണ്. കാരണം ഇത് കുട്ടിക്കാലത്തെ മുതൽ ഇൻഫ്ലുവൻസാണ് കിടക്കുന്നത്. ഇതൊക്കെ ഒന്ന് ഒരു സർട്ടിഫൈ ചെയ്തിട്ട് കുടുംബജീവിതത്തിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ പകുതി പ്രശ്നങ്ങൾ തീരും. സത്യം. പക്ഷെ അതിന് പകരം വേണ്ടാത്ത ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാക്കി. അതെ അതെ, അത് വലിയ, അത് സ്ത്രീകൾക്കും അറിഞ്ഞുകൂടാ കേട്ടോ. മലയാളി സ്ത്രീകൾക്ക് പ്രണയം പ്രകടിപ്പിക്കാൻ തീരെ അറിഞ്ഞുകൂടാ. അയ്യേ അത് മോശമാണ്, അതാരെങ്കിലും കണ്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ആ ഒരു പരിഭവങ്ങൾ പ്രകടിപ്പിക്കാൻ അറിയാമെന്നല്ലാതെ ഈ പ്രണയം പ്രകടിപ്പിക്കാനൊന്നും മലയാളി സ്ത്രീകൾ, അവരെയൊക്കെ പഠിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളതിന് നമ്മുടെ ഈ ബുക്ക് ലീഫ്ലെറ്റ് ആയിട്ട് എല്ലാ വീടുകളിലും എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കും. ഓക്കെ സാർ. ഓക്കെ, ഇനി ബിജു ജേക്കബ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും പുതുവർഷത്തിൽ നമുക്ക് സ്വല്പം കൂടെ ശ്രദ്ധിക്കാനുള്ള ഒരു മനോഹരമായ ഫോർമുലയാണ് ഈ ബുക്കിലൂടെ നമുക്ക് കിട്ടുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം, മറ്റുള്ളവരെ ഉപയോഗിക്കാൻ പഠിപ്പിക്കാം. പുതിയ ഫാമിലിയിൽ അല്ലെങ്കിൽ പുതിയ വിവാഹമൊക്കെ നടക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നമ്മൾ ബൈബിളും ഖുറാനും ഒക്കെ മേടിച്ചു കൊടുക്കും, അല്ലേ? ഭഗവത്ഗീത, അതിനേക്കാൾ നല്ലൊക്കെ ബുക്ക് ഇതാ. കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ അതൊക്കെ വായിച്ചത്രയും മനസ്സിലാക്കാത്ര എളുപ്പമൊന്നുമില്ല. ഇവിടെ ഇത് പെട്ടെന്ന് 5 കാര്യങ്ങൾ, ഈ 5 കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ, ഇതിനകത്ത് കൃത്യമായിട്ട് അതൊക്കെ അനലൈസ് ചെയ്യുന്ന ടൂളുകളൊക്കെ അവസാനത്തെ അധ്യായങ്ങളിലുണ്ട്. അപ്പോൾ അതിലൂടെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇച്ചിരി പ്രായോഗിക തലത്തിൽ നമ്മൾ സമീപിക്കേണ്ടിയിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് ഈ ബുക്കൊക്കെ വളരെ പ്രയോജനകരമാണ്. ഞാൻ പലപ്പോഴും കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട് ഈ ബുക്ക് വായിച്ചിട്ടുണ്ടോ, പിന്നെ അതെല്ലാം എനിക്കറിയാമെന്ന് പറയും. പക്ഷെ അത് കഴിഞ്ഞൊന്ന് അനലൈസ് ചെയ്യാൻ, നമ്മളെ വ്യക്തിപരമായിട്ടൊന്ന് അനലൈസ് ചെയ്യാനുള്ള തലം വരുമ്പോൾ ഇതെല്ലാം ഫെയിലായിരിക്കും. അവിടെ നമ്മൾ ഈ പറയുന്ന കുട്ടിക്കാലത്ത് ആ ഈഗോ കൃത്യമായിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുന്നതായിട്ട് കാണാം. അതിനൊന്ന് ഓവർകം ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അനലൈസ് ചെയ്യാൻ നല്ലൊരു ടൂളായിട്ട് നമുക്ക് ഇതിന് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ വേറെ ഇനി ആർക്കും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച്. സി യു ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു.